أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ അവന്റെ മാർഗത്തിലെ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫ് ഇന്ന് നമ്മൾ മൂന്നാമത്തെ ആയത്താണ് പഠിക്കുന്നത്. രണ്ടായത്തുകൾ പഠിച്ചു കഴിഞ്ഞു. കുറച്ചധികം ദീർഘമായിട്ടുള്ള വളരെ അഗാധമായിട്ടുള്ള പഠനവും അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിനകത്തേക്ക് ഞാൻ ഇനി പോകുന്നില്ല. ഒരു ചെറിയ കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കഴിഞ്ഞ തവണ എടുത്തതിൽ ഒരു ഒറ്റ ചെറിയ കാര്യം, അജ്റൻ ഹസന എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അജ്ർ എന്നുള്ളതിന്റെ വ്യത്യാസമൊക്കെ നമ്മൾ പറഞ്ഞു. സവാബ് എന്ന് പ്രയോഗിക്കാതെ അജ്ർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത്. ഈ പരലോകത്തെ പ്രതിഫലം നമുക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് കിട്ടും എന്നുള്ളതിന് അതിനൊരു സൂചകമായിട്ടാണ് വയുബശ്ശിറൽ മുഅ്മിനീനല്ലദീന യഅമലൂന സ്വാലിഹാത്തി ബി അന്ന ലഹും എന്ന് പറയാതെ അബ്ബാ കളഞ്ഞിട്ട് അത്രത്തോളം അത് തഖരീബിന് വേണ്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ അജ്ർ എന്ന പദം പ്രയോഗിച്ചതും എന്താണ്, ഒരു അജ്റിന് നമ്മൾ ഒരു പ്രതിഫലം പറഞ്ഞല്ലോ അല്ലെ. അജ്റിന്റെ സാധാരണ അർത്ഥം കൂലി എന്നാണ്, അല്ലെങ്കിൽ കൂലി എന്ന് പറയുമ്പോ കൂലി എന്ന് പറയുമ്പോ അജ്റിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും പകരം കൊടുക്കണം അല്ലെ. ഒരാള് ജോലി എടുക്കുന്നതിന് പകരമാണ് കൂലി. അതാണ് ഞാൻ സൂചിപ്പിക്കണമെന്ന് വെച്ച സംഗതി. അപ്പൊ സവാബ് എന്ന് പറയാതെ അജ്ർ എന്ന് പറയുമ്പോ അതിന് നമ്മൾ എന്തോ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടേതായിട്ട് കൊടുക്കുന്നതല്ല, അള്ളാഹു തന്നെ നൽകിയതാണ് കൊടുക്കുന്നത് അല്ലെ. നമ്മള് എന്തെങ്കിലും പണം സദക്ക ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു തന്നതാണ്. നമുക്ക് എന്തെങ്കിലും സമയം അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകിയതാണ്. നമ്മുടെ ആരോഗ്യമോ നമ്മുടെ മറ്റ് സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു നൽകിയതാണ്. എന്നിട്ടും അജ്ർ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? വളരെ മഹത്തായ, ഹസൻ എന്ന് പറഞ്ഞതോടുകൂടി ഏറ്റവും നല്ല മഹത്തായ പ്രതിഫലം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, അതായത് ഇഹലോകത്ത് നമ്മളിപ്പോ ഒരു ജോലി ചെയ്താൽ ശമ്പളം കിട്ടി, ബോണസ് കിട്ടി, ഗ്രാറ്റുവിറ്റി കിട്ടി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കാം, ഇഷ്ടപ്പെടാതിരിക്കാം. എല്ലാ ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും അവരുടെ ശമ്പളത്തോട് വലിയ ഇഷ്ടമുണ്ടായിട്ടല്ല, പിന്നെ നിവൃത്തികേട് കൊണ്ടൊക്കെ പോകുന്നതാണ് അല്ലെ. അപ്പോ അങ്ങനെയല്ല പരലോകത്തെ പ്രതിഫലം. നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, പരിപൂർണ തൃപ്തിയോടെ ആയിരിക്കും നമുക്കത് ലഭിക്കുക എന്നതിന്റെ സൂചനയാണ് ഹസനൻ എന്ന് പറഞ്ഞാൽ. അപ്പോ അതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇനി ആ അജ്ർ ഹസനൻ എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്ത് മാക്കിസീന ഫീഹി അബദൻ എന്നത് ഈ അജ്റുൻ ഹസനുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നല്ല. അപ്പൊ അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുക. അതാണ് ഒരു ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോ വളരെ സ്പെസിഫിക് ആയിട്ട് അള്ളാഹു പറഞ്ഞ ഒരു കാര്യമാണ് ലിയദ്ദബ്ബറു ആയാതിഹി. എന്താ അതിന്റെ അർത്ഥം? ആർക്കെങ്കിലും അറിയോ? ലിയദ്ദബ്ബറു ആയാതിഹി. അള്ളാഹു ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് തദബ്ബുർ ഉണ്ടാകണം അല്ലെ. എന്ന് പറഞ്ഞാൽ വളരെ അഗാധമായിട്ട് നമ്മൾ ചിന്തിക്കണം, നന്നായിട്ട് കൂലങ്കഷമായിട്ട് ചിന്തിക്കണം. അതിനാണ് തദബ്ബുർ എന്ന് പറയാം അല്ലെ. ലിയദ്ദബ്ബറു ആയാതി.
അള്ളാഹുവിന്റെ ഓരോ ആയത്തുകളെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ആ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് നമ്മൾ ഓരോ ആയത്തിനെയും, അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തുൽ കഹ്ഫ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 12ാമത്തെ ക്ലാസ് ആണ്. പക്ഷെ 12 ക്ലാസ് കഴിഞ്ഞിട്ടും നമ്മൾ 2 ആയത്തെ കവർ ചെയ്തിട്ടുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ പരമാവധി സമയം എടുത്തിട്ട് നമ്മൾ ഓരോ വാക്കും പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോ ഈ സൂറത്തുൽ കഹ്ഫിലെ ഈ ആദ്യത്തെ 10 ആയത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു പാസേജ് ആണ് അല്ലെ, അതൊരു ഒരു ഒരു പ്രത്യേക അധ്യായം തന്നെയാണ്. ഈ ഒരു അധ്യായത്തിന്റെ അകത്തുള്ള ഒരു പാസേജ് ആണ്. വേണമെങ്കിൽ നമുക്കതിനെ ഒരു ഉപ അധ്യായം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയാണ് ഖുർആൻ. ഇപ്പൊ നമ്മൾ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് ഖുർആനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം അത് തന്നെയാണ്. അതായത് ഇപ്പൊ ഒരു പുസ്തകത്തില്, നമ്മൾ സാധാരണ മനുഷ്യന്മാർ എഴുതിയ ഒരു ഗ്രന്ഥത്തില് ഒരു ചാപ്റ്റർ എടുത്താൽ ആ ചാപ്റ്ററിൽ എന്തുണ്ടാവും? ഒരു കോമൺ തീം ഉണ്ടാവും അല്ലെ. ഒരു ചാപ്റ്റർ ഒരു പോയിന്റ് ആണ് വിശദീകരിക്കുക. ആ പോയിന്റ് അതിലേക്ക് അയാളെങ്ങനെ എത്തിയത്, ആ പോയിന്റിന്റെ വിവിധ വശങ്ങൾ, അങ്ങനെയൊക്കെയാണ് വിശദീകരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണഗതിയിൽ ഇപ്പൊ ഒരു ബുക്ക് ഫെയറിൽ നമ്മൾ പോയി, അപ്പൊ ഒരു ബുക്ക് നമുക്ക് അട്രാക്റ്റീവായി തോന്നി, അതിലെന്താ പറഞ്ഞേക്കണമെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും? വെരി ഗുഡ്. അതിന്റെ ഒരു ബ്ലർബ് ഉണ്ടാവും. ബ്ലർബ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ആ സാധനം എടുത്ത് നമ്മൾ വായിച്ചു നോക്കും. അല്ലെങ്കിൽ അതിന്റെ ഒരു ആമുഖം, ഒരു അവതാരിക ഉണ്ടാവും. ആ അവതാരിക ഒന്ന് വായിച്ചു നോക്കും. പക്ഷെ ഖുർആനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു അവതാരികയോ ഒരു ബ്ലർബോ നമുക്ക് ലഭിക്കില്ല. എന്തിനു പറയണം? നമ്മൾ ഖുർആനിലെ ഒരു ചാപ്റ്റർ, ഇപ്പൊ പശുവിനെ കുറിച്ച് അറിയാൻ സൂറത്തുൽ ബഖറ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പശു, അൽ ബഖറയുടെ അർത്ഥം എന്താ? പശുവാണ്. പക്ഷെ പശുവിനെ കുറിച്ച് അറിയാൻ സൂറത്തുൽ ബഖറ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ബഖറ അതിലെവിടെയോ ഒരു സ്ഥലത്ത് പരാമർശിക്കുന്ന ഒരു സംഗതി മാത്രമാണ് അൽ ബഖറ. ഇപ്പൊ അൽ കഹ്ഫ്, ഈ സൂറത്ത്, ഗുഹ എന്നതിന്റെ അർത്ഥം അല്ലെ, കെയ്വ്. അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ കെയ്വ്. ആ കെയ്വിനെ കുറിച്ച് അറിയാൻ നമുക്ക് സൂറത്തുൽ കഹ്ഫ് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഒരു ചാപ്റ്ററിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമായിട്ട് നമുക്ക് ഒരു ആറ്റിക്കുറിക്ക് ഒരു പോയിന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. സൂറത്തുൽ കഹ്ഫ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സെന്റൻസിൽ പറയാൻ പറ്റില്ല. അതില് ഡിഫറെന്റ് സംഗതികൾ ചേർത്തിട്ടുണ്ട്. കഥയുണ്ട്, കഥയുടെ ഇടയ്ക്ക് അള്ളാഹുവിന്റെ ഇടപെടലുണ്ട്, അള്ളാഹുവിൻ്റെതായിട്ടുള്ള വചനങ്ങളുണ്ട്. നമ്മളിപ്പോ സൂറത്ത് യൂസുഫ് പഠിച്ചപ്പോൾ അത് വളരെ മനോഹരമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. യൂസുഫ് നബിയുടെ ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും അള്ളാഹുവിൻ്റെതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുന്നുണ്ട് അല്ലെ. ഇന്നല്ലാഹ ലത്തീഫുൻ ലിമാ യശാ വകദാലിക മക്കന്നാ ലിയൂസുഫ് വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ പോയിന്റ്. അത് ഞാൻ അതിൻ്റെ അകത്തേക്ക് പോവല്ല. അപ്പോ ഇവിടെ സൂറത്തുൽ കഹ്ഫ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ 10 ആയത്ത് ഒരു ഏകകം, ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആ യൂണിറ്റിന് നമ്മൾ 10 ആയത്ത് പഠിച്ചു കഴിയുമ്പോൾ ഒന്നുകൂടി അതിൻ്റെ അകത്തേക്ക് വരും. ഒന്നുകൂടി ആ 10 ആയത്തുകൾ എങ്ങനെയാണ് ഒരു കൊഹേഷൻ, അവ തമ്മിലുള്ള പരസ്പര ബന്ധം, അതിന്റെ ഹാർമണി, ആ ആയത്തുകളുടെ ഓരോ ഘടകങ്ങളും എപ്രകാരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ പറയും. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് ഇപ്പൊ ഈ മാക്കിസീന ഫീഹി അബദൻ എന്ന ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഈ ആയത്ത് തൊട്ട് മുമ്പത്തെ ആയത്തുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ചില ആയത്തുകൾ തൊട്ട് ശേഷം വരുന്ന ആയത്തുകളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, എന്നിട്ട് അതിനെ നമ്മൾ മൊത്തം ഈ 10 ആയത്തുകളുടെ യൂണിറ്റിൽ എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് പഠിക്കും. അതായത് ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു മാല, നല്ല ഒരു മാല, മുത്തുമാല എന്ന് വിചാരിച്ചോ, അതിൽ ഓരോ പേളും ഡിസ്റ്റിങ്റ്റീവ് ആയിരിക്കും അല്ലെ, യുണീക്ക് ആയിരിക്കും. അങ്ങനത്തെ ഒരു മാല എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഓരോ പേളിനെ നമ്മൾ സെപ്പറേറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനോഹരമാണ്. പക്ഷെ ആ പേളുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന മുത്തുമാല അതിനേക്കാൾ മനോഹരമാണ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഈ സൂറത്തിലെ ആയത്തുകളെ കാണേണ്ടത്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിന്റെ ബ്രിക്സ് ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ ആ ബ്രിക്സ് ആദ്യം നമ്മൾക്ക് ഒരു ചെറിയ മതിലായിട്ട് അല്ലെങ്കിൽ ഒരു റൂമിന്റെ ചുമരുകളായിട്ട് വരും. ആ ചുമരുകൾ ചേർന്നിട്ട് ഒരു റൂമായിട്ട് മാറും. ആ റൂം പിന്നെ ഒരു ബിൽഡിംഗ് ആവും. അത്തരം ബിൽഡിങ്ങുകൾ ചേർന്ന് ഒരു നെയ്ബർഹുഡ് ഉണ്ടാവും. അത്തരം നെയ്ബർഹുഡുകൾ ചേർന്നിട്ട് ഒരു ടൗൺ ഉണ്ടാവും. പിന്നെ ആ ടൗണുകൾ ചേർന്നിട്ട് ഒരു രാഷ്ട്രം ഉണ്ടാവും, ഒരു ലോകം ഉണ്ടാവും അല്ലെ. ഇതുപോലെയാണ് ഖുർആന്റെ ഓരോ ആയത്തും ആ ആയത്തിലെ പദങ്ങളും, ആ പദങ്ങൾ ചേർന്നിട്ടുള്ള ആയത്തുകൾ ചേർന്നിട്ടുള്ള ചെറിയ ചെറിയ യൂണിറ്റുകൾ, ആ യൂണിറ്റ് ചേർന്നിട്ടുള്ള സൂറത്ത്, ആ സൂറത്തുകൾ ചേർന്നിട്ടുള്ള വിശുദ്ധ ഖുർആൻ. അങ്ങനെ ഖുർആനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് ഏറ്റവും മനോഹരമായിട്ടുള്ള, അമേസിംഗ് ആയിട്ടുള്ള, ഒരു മാർവലസ് ആയിട്ടുള്ള
ഒരു ഒരു എന്താ പറയാ, നമുക്ക് വേണ്ടി പടച്ചവ തമ്പുരാന് മാത്രം ഇറക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമായിട്ട് അപ്രീസിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി മാക്കിസീന ഫീഹി അബദൻ എന്നുള്ളത്, അതിൻ്റെ അകത്തേക്ക് നമ്മൾ പോകുമ്പോൾ, അതിന്റെ വിശദമായ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ചെറുതായിട്ട് അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ പറഞ്ഞാല്, മാക്കിസീന അവർ തങ്ങുന്നവരാണ്, ഫീഹി അവിടെ അവർ തങ്ങും, താമസിക്കും, അബദൻ എന്നേക്കുമായിട്ട്. അതൊരിക്കലും അതിന്റെ അർത്ഥമാവുന്നില്ല കേട്ടോ. അതൊരു ചെറിയ നമ്മുടെ ഒരു റഫ് ട്രാൻസ്ലേഷൻ ആണ്, തെറ്റിയ ട്രാൻസ്ലേഷൻ ആണെന്ന് വേണമെങ്കിൽ വെച്ചോ ചേട്ടാ. മാക്കിസീന ഫീഹി അബദൻ, അതിൽ ഏതിലാണ്? ഫീഹി എന്നുള്ളതില് ഒരു ലമീർ ഉണ്ട് അല്ലെ, ഫീഹി. അതെങ്ങോട്ടൊക്കെയാ മടങ്ങണം? അഫീഹി, മാക്കിസീന ഫീഹി, അതിൽ. ജന്നത്തിന് അതന്നെ, മാഷാ അല്ലാഹ്, അഹ്സൻതി. അജ്റിലേക്ക്, അഹ്സൻത ആരാണോ പറഞ്ഞത്, അഹ്സൻത അല്ലെങ്കിൽ അഹ്സൻതി, രണ്ടാളായാലും കുഴപ്പമില്ല. അജ്റൻ ഹസന എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണ്. മുഹ്സിന തന്നെയാണ് പേര് അല്ലെ. ജന്നത്ത് എന്ന് പറഞ്ഞത് അജ്ർ, ആ അജ്റിന്റെ ഉദ്ദേശം എന്താണ്? ജന്നത്താണ്. പക്ഷെ ഫീഹി എന്ന് പറയാൻ കാരണം അത് മുദക്കറായതുകൊണ്ടാണ്. ഓക്കെ, അതിനകത്തേക്ക് ഞാൻ വരാം. അപ്പൊ ഇവിടെ മാക്കിസീന ഫീഹി അബദൻ, അവിടെ ആ പ്രതിഫലത്തിൽ അവർ കാലാകാലം, അബദൻ എന്നെന്നും താമസിക്കുന്നവരാണ്, തങ്ങുന്നവരാണ്. മക്കസ എന്ന് പറഞ്ഞാൽ തങ്ങുക, കുറച്ചു നേരം തങ്ങണേനാണ്, എന്തോ കാത്തിരുന്നിട്ട് തങ്ങുന്നതിനാണ് മക്കസ എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു സംഗതിയെ ഒരൊറ്റ ആയത്തായിട്ട് അള്ളാഹു പറഞ്ഞു. സാധാരണഗതിയിൽ ഇത് ഒരായത്തായിട്ട് പറയേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതിന്റെ അന്നലഹും അജ്റൻ ഹസനം മാക്കിസീന ഫീഹി അബദൻ എന്നതിനോട് വേണമെങ്കിൽ ചേർത്ത് പറയാമായിരുന്നു. അത് പറയാതെ മാക്കിസീന ഫീഹി അബദൻ എന്നത് ഒരു ആയത്തായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല. അപ്പൊ ഗ്രാമറ്റിക്കലി ഇത് ശരിക്ക് ഏതിന്റെ ഭാഗമാണ്? അജ്റൻ ഹസനയുടെ ഭാഗമാണ്. അപ്പൊ മാക്കിസീന എന്നുള്ളത് മൻസൂബാണ് അല്ലെ. മൻസൂബ് എന്ന് പറഞ്ഞാൽ എന്താ? നസ്ബ് ചെയ്തിരിക്കുന്നു. നസ്ബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെന്റൻസിൽ ഫതഹിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നു. അതായത് ഇപ്പൊ മഫ്ഊലും ബിഹി ഫതഹിന്റെ സ്ഥാനത്താണല്ലോ. ഇപ്പം നസറ അലിയുൻ മുഹമ്മദൻ, ഒരു ചെറിയൊരു സെന്റൻസ് അറബിയിൽ, നസറ അലിയുൻ മുഹമ്മദൻ, അലി മുഹമ്മദിനെ സഹായിച്ചു എന്നുള്ളിടത്ത് അലിയുൻ എന്നുള്ളത് റഫ് ആണ് അല്ലെ. അലിയുൻ അത് റഫിന്റെ സ്ഥാനത്താണ്. ഫായിലിന് എപ്പോഴും റഫ് ആയിരിക്കും ഉണ്ടാകുക. മുഹമ്മദൻ എന്നുള്ളത് മഫ്ഊലാണ്, അതിനെപ്പോഴും നസ്ബ ഉണ്ടാവുക. ഓക്കെ, അത് മനസ്സിലാക്കുന്നവർ അത് മനസ്സിലാക്കിയാൽ മതി. അതില്ലാത്തവരെ വിഷമിക്കണ്ട കേട്ടോ. ഒരുപാട് ഗ്രാമർ പറഞ്ഞിട്ട് ഞാൻ ഇടങ്ങേറാക്കണമെന്ന് വിചാരിക്കണ്ട. സിമ്പിൾ ആയിട്ട് പറയണം. അപ്പൊ അങ്ങനത്തെ ഒരു നസ്ബിന്റെ സ്ഥാനത്താണ് മാക്കിസീന ഇവിടെ ഉള്ളത്. എന്തുകൊണ്ട് മാക്കിസൂന എന്ന് പറയാതെ മാക്കിസീന എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്ര സ്മാർട്ട് ഉണ്ട്? ആരെങ്കിലും മാക്കിസൂന എന്ന് പറയാതെ എന്തുകൊണ്ട് മാക്കിസീന എന്ന് പറയാൻ വിശദീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? വിശദീകരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടായിരിക്കും? ഓക്കെ, ഞാൻ പറയാം. ഹാല് നമ്മൾ മുമ്പ് പറഞ്ഞതാണത്. യാ കൊണ്ടാണ് നസ്ബ് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ട്? വൈ? എന്തുകൊണ്ടത് വാവ് പറയാതെ യാ കൊണ്ട് നസ്ബ് ചെയ്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഖയ്യിമൻ എന്താണ്? ഹാലാണ് അല്ലെ. ഖയ്യിമൻ, ആ ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു നേരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ അവസ്ഥ പറയാൻ വേണ്ടി ഖയ്യിമൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് മാക്കിസീന. ഈ മാക്കിസീന എന്നുള്ളത് എന്തിന്റെ ഹാലാണ്? അജ്റിന്റെ ഹാലാണ് അല്ലെ. അന്നലഹും അജ്റൻ ഹസന, സത്യവിശ്വാസികൾക്ക്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഏറ്റവും മഹത്തായ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിൽ അവർ എങ്ങനെയായിരിക്കും? മാക്കിസീന, എന്നെന്നും അവരുടെ അവസ്ഥ എന്താ? അവരുടെ ഹാലെന്താ? ആ പ്രതിഫലത്തിൽ അവരെന്നെന്നും തങ്ങുന്നവരാണ്, താമസിക്കുന്നവരാണ്. അപ്പോ ആ ഹാല് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാക്കിസൂന എന്ന് പറയാതെ മാക്കിസീന എന്ന് നസ്ബ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, സാധാരണഗതിയിൽ എന്നെന്നും താമസിക്കുക എന്നുള്ളതിന് സാധാരണഗതിയിൽ ഖുർആനിൽ ഏത് പദമാണ് അള്ളാഹു പ്രയോഗിക്കുക? ശാശ്വതമായി വസിക്കും. ഖാലിദീൻ. അതെ, അഹ്സൻതും.
അതായത് ഖാലിദീന ഫീഹ അബദൻ, ഖാലിദീന ഫീഹി അബദൻ എന്നൊക്കെയാണ് പറയാ സാധാരണ ഇതിൽ. പക്ഷെ ഇവിടെ മാക്കിസീന പറഞ്ഞു. എന്തുകൊണ്ട്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ കേട്ടാ. സാധാരണഗതിയിൽ അത് പറയാതെ, ഖാലിദീന ഫീഹി എന്ന് പറയാതെ മാക്കിസീന ഫീഹി പറഞ്ഞു. അപ്പൊ അതൊരു മനഃപൂർവ്വമുള്ള ഒരു ഇന്റൻഷണൽ ഡിപ്പാർച്ചർ ഫ്രം ദ നോർമൽ ഫ്രൈസ്, നോർമൽ യൂസേജ്, സാധാരണ യൂസ് ചെയ്യുന്ന. ഇങ്ങോട്ടാണോ? ഓക്കെ, അവിടെ സംസാരിക്കണമെങ്കിൽ മ്യൂട്ടാണെന്ന് ഉറപ്പാക്കണേ. നിങ്ങൾ വീട്ടിൽ സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മ്യൂട്ടാണെന്ന് ഉറപ്പാക്കിയിട്ട് സംസാരിച്ചോ. ചോറ് തിന്നുന്ന കാര്യവും ഉറങ്ങുന്ന കാര്യമൊക്കെ പറയാൻ കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ശരി. അപ്പോ മാക്കിസീന ഫീഹി അബദൻ എന്നുള്ളത് ഒരു 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 അത് സ്വയം തന്നെ ഒരു ആയത്തായി പറഞ്ഞു എന്ന് മാത്രമല്ല, ഖാലിദീന ഫീഹ അബദൻ എന്നൊക്കെ പറയുന്നതിന് പകരം മനഃപൂർവ്വം അതിൽ നിന്ന് മാറി വേറൊരു പദപ്രയോഗം അള്ളാഹു നടത്തി. സോ ദാറ്റ്സ് എ പോയിന്റ് നമ്പർ 1. അതവിടെ നോട്ട് ചെയ്ത് വെക്കട്ടെ. അപ്പൊ ഇവിടെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, അതായത് ഖാലിദീന ഫീഹ എന്ന് പറയാതെ, അല്ലെങ്കിൽ ഖാലിദീന എന്നതിന് പകരം മാക്കിസീന എന്നത് ഒരു ആയത്തായിട്ട് പറഞ്ഞതിന്റെ ആദ്യം നമുക്ക് അത് പറയാം. എന്തുകൊണ്ട് അത് മാത്രം ഒരു ആയത്തായിട്ട് പറഞ്ഞു? അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിനെ തന്നെ ഈ ഒരൊറ്റ പിന്നെ അർത്ഥം, ആശയം ഒരായത്തായി പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, അള്ളാഹു ഈ സൂറത്തിൽ മൊത്തം ഒരു പെർട്ടിക്കുലർ സെന്റിമെന്റ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ഈ ലോകം നമ്മളുടെ, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഫൈറ്റ് മെറ്റീരിയലിസമായിട്ടാണ്. മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ഭൗതിക ലോകത്തിൽ ലഭിക്കണം, നമുക്ക് ഇവിടെ കിട്ടണം. ഇവിടെ കിട്ടുന്നതിനൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതെന്താ? ഇവിടെ കിട്ടുന്നതൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും, അല്ലെ? നശിച്ചു പോകും. എറ്റേണൽ അല്ല, അത് നശിച്ചു പോകാനുള്ളതാണ്, അത് നശ്വരമാണ്. പക്ഷെ പരലോകമാണ് എന്ത്? അനശ്വരമായിട്ടുള്ളത്. പരലോകത്തെ പ്രതിഫലമാണ് അനശ്വരമായിട്ടുള്ളത്. സ്വർഗീയമായ പ്രതിഫലമാണ് അനശ്വരമായിട്ടുള്ളത്. ഈ ആറ്റിറ്റ്യൂഡ് ആവർത്തിച്ച് ഈ സൂറത്തിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാക്കിസീന ഫീഹി അബദൻ എന്ന ആയത്ത്, എന്ന ആ ഒരു ആശയത്തെ ഒരായത്തായിട്ട് അള്ളാഹു ഇവിടെ പറഞ്ഞത്. സാധാരണഗതിയിൽ ഇതിനെ നേരത്തെയുള്ള, ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിനോട് ചേർത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അത് പറയാതെ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ആയത്താക്കിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, അള്ളാഹ് wants to highlight that everything in this world is not eternal. What is eternal? The reward you get in Jannah. പരലോകത്ത് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം, അതാണ് ഏറ്റവും ശാശ്വതമായി നിലനിൽക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തെ എല്ലാ സംഗതികളും ടെമ്പററിയാണ്. ഇപ്പൊ നോക്കൂ, ഈ സൂറത്തിൽ 4 കഥ പറയുന്നുണ്ട്, അല്ലെ? 4 കഥ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇനിയും ഞാൻ പറയും കേട്ടാ. അപ്പോ ഈ സൂറത്തിന്റെ ഒരു കൊഹേഷൻ പറയുമ്പോൾ, ഇതിന്റെ ആയത്തുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ പറയുമ്പോൾ ഇത് നമ്മൾ ആവർത്തിച്ച് പറയും. അപ്പൊ അതിൽ ഇത് ഞാൻ നേരത്തെ ഇതൊരിക്കൽ സൂചിപ്പിച്ചതാണ്, പക്ഷെ വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു. അതെന്താന്ന് വെച്ചാല്, ഇപ്പോ ഗുഹാവാസികള് എത്ര വർഷം ഗുഹയിൽ താമസിച്ചു? വലബിസൂ ഫീ കഹ്ഫിഹിം 300 വർഷം. 300 സിനീന വസ്ദാദു തിസ്അ. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന, 300 വർഷം താമസിച്ചു. വസ്ദാദു തിസ്അ, 309. അതിനെക്കുറിച്ച് ഒരുപാട് വിഷയമുണ്ട്. അത് നമ്മൾ അപ്പൊ പറയാം, അല്ലെ? ഇപ്പൊ പറഞ്ഞിട്ട് നിങ്ങളുടെ സസ്പെൻസ് പൊളിക്കണ്ട, അല്ലെ? എന്തിനാണ് അവര് 309 അങ്ങോട്ട് പറഞ്ഞാൽ പോരെ അള്ളാഹുവിന്? പക്ഷെ 300 പറഞ്ഞിട്ട് പിന്നെ 9 പറഞ്ഞു. അതിൽ വലിയൊരു തത്വമുണ്ട്. അത് ഞാൻ അപ്പൊ പറയാം, ആ ആയത്ത് എടുക്കുമ്പോ പറയാം, ഇപ്പൊ പറയണില്ല, സസ്പെൻസ് പൊളിക്കുന്നില്ല. ഓക്കെ, അപ്പോ 309 വർഷം ഗുഹയിൽ താമസിക്കുക, 300 വർഷം താമസിക്കുക എന്ന് പറഞ്ഞതും ടെമ്പററി ആണ്. കാരണം എന്താ? അവർ ആ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു, ഉടനെ തന്നെ അവർ മരിച്ചു വീണല്ലോ, അല്ലെ? ഗുഹയിൽ നിന്ന് അവർ വന്ന് അവരുടെ കയ്യിലുള്ള നാണയവുമായിട്ട് മാർക്കറ്റിൽ പോയി ഭക്ഷണം വാങ്ങി കഴിച്ചു, ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ അവർ മരിച്ചു, അല്ലെ? ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ എന്നവിടെ അതിനുശേഷം പറയുന്നുണ്ട്. അപ്പോ
300 വർഷം താമസിച്ചാലും, ഈ ഭൂമിയിൽ നമ്മൾ 300 വർഷം താമസിച്ചാലും അതെന്താണ്? ടെമ്പററി ആണ്. 100 വർഷം, 300 വർഷം, 950 വർഷം എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ സ്റ്റിൽ ടെമ്പററി. മനസ്സിലാകുന്നുണ്ടോ? 700 വർഷം നമ്മൾ ഭരിച്ചു എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷെ ടെമ്പററി ആണ്. മനസ്സിലായോ? ഇത്രയും വർഷം ഞാൻ ജീവിച്ചു, ടെമ്പററി ആണ്. പരലോകത്ത് എത്തുമ്പോ നമ്മൾ എത്ര ജീവിച്ചിട്ടുണ്ടാവും? ഇവിടെ 70 വർഷം 80 വർഷമൊക്കെ ജീവിച്ച ആള് പരലോകത്ത് എത്തുമ്പോ കം ലഭിസ്തും, നിങ്ങൾ എത്ര ജീവിച്ചു? അള്ള ചോദിക്കും. നമ്മൾ എന്താ മറുപടി പറയാ? ഇൻ ലബിസ്ന, അല്ലെ, മാ ലബിസ്ന ഇല്ലാ യൗമൻ ഔ ബഅദ യൗം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇത്രേ ജീവിച്ചുള്ളൂ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു. അപ്പൊ ആ ഗുഹാവാസികളുടെ കഥ പറയുമ്പോൾ അള്ളാഹു പറയുന്ന അതാണ്, 350 വർഷം അവർ ആ ഗുഹയിൽ ജീവിച്ചതെങ്കിലും അതെന്താണ്? ടെമ്പററി ആയിരുന്നു. പിന്നെ ഗാർഡന്റെ കഥ പറയുന്നു, അല്ലെ, തോട്ടക്കാരുടെ കഥ പറയുന്നു. തോട്ടക്കാരന്റെ അവസ്ഥ എന്താ? അയാൾ വിചാരിച്ചു, തോട്ടം ലഭിച്ച 2 തോട്ടം ലഭിച്ച ആള് വിചാരിച്ചു എന്റെ ഈ സമ്പാദ്യങ്ങളൊക്കെ എന്നെന്നും നിലനിൽക്കും. പക്ഷെ എന്താ സംഭവിച്ചത്? അല്ലെ, ആ തോട്ടം ഒരൊറ്റ രാത്രി കൊണ്ട് പെട്ടെന്നൊരു കാറ്റ്, പെട്ടെന്നൊരു വിപത്ത് ബാധിച്ചു, ആ തോട്ടം നശിച്ചുപോയി. അപ്പം അതും ഈ ഐഹിക ജീവിതത്തിന്റെ നശ്വരതയെ കുറിച്ച് പറയുന്ന കഥയാണ്. ഇനി മൂന്നാമത്തെ കഥയോ, മൂസാ നബിയും ഖിളറും തമ്മിലുള്ള അവസ്ഥ. അതില് വേറെ ഉപകഥകളുണ്ട്, അല്ലെ. എന്താണെന്ന് വെച്ചാൽ ഖിളർ ആദ്യം പോയിട്ട് ഒരു കപ്പലിൽ ഒരു ഓട്ട ഉണ്ടാക്കുന്നു. കപ്പൽ നശിക്കാനുള്ളതാണ്, പക്ഷെ അതിൽ ആദ്യം തന്നെ ഒരു നാശത്തിന്റെ ഒരു തുടക്കം. ഓട്ട ഉണ്ടാക്കുന്നത് എന്തിനാ? കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷെ അന്തിമമായിട്ട് ആ കപ്പല് നശിക്കാനുള്ളതാണ്. രണ്ടാമത്തത് ആ കുട്ടിയെ കൊല്ലുന്ന എന്തിനാ? അവന്റെ മാതാപിതാക്കൾക്ക് ആ കുട്ടി ഭാവിയിൽ ഒരു ഉപദ്രവമായിട്ട്. നിങ്ങൾക്കൊക്കെ കഥ അറിയാം എന്നുള്ള നിലക്കാണ്ട ഞാൻ പറയുന്നത്. ഇനി കഥ അറിഞ്ഞിട്ടില്ലെങ്കിൽ പേടിക്കണ്ട, നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ ഒരു കൊല്ലമൊക്കെ എടുത്തേക്കാം, എന്നാലും നമ്മൾ പഠിക്കും കേട്ടാ. അപ്പൊ ആ കുട്ടിയെ കൊല്ലുന്ന എന്തിനാ? അവന്റെ മാതാപിതാക്കൾക്ക് അതിനേക്കാളും നല്ലൊരു കുട്ടീനെ ലഭിക്കാൻ വേണ്ടി. പക്ഷെ ആ നല്ല കുട്ടിയും പിന്നെ മരിക്കും, ആ മാതാപിതാക്കളും മരിക്കും. അതും ഈ ഐഹിക ജീവിതത്തിന്റെ നശ്വരതയെ കുറിക്കുന്നു. പിന്നെയോ പിന്നെ ഒരു മറിഞ്ഞു കിടക്കുന്ന ഒരു മതില്. അവിടുത്തെ ആളുകള് ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ആ ഗ്രാമത്തില് ആളുകള് മൂസാ നബിയും ഖിളിറിനെയും അവർക്ക് ആതിഥേയത്വം കൊടുക്കാൻ മടിക്കുകയാണ്. പക്ഷെ എന്നിട്ടും മൂസാ നബി എന്ത് ചെയ്യുന്നു? ഖിളിർ എന്ത് ചെയ്യുന്നു? ആ മതില് നിർത്തി വെക്കുന്നു. ആ മതിലും അവസാനം ആ മതിലിന്റെ താഴെ എന്തുണ്ട്? 2 യത്തീം മക്കളുടെ നിധിയുണ്ട്. ആ നിധി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിർത്തി വെക്കുന്നത്. പക്ഷെ അന്തിമമായിട്ട് ആ മതിലും ആ നീതിയും ആ കുട്ടികളും ഒക്കെ മരിക്കാനുള്ളവരാണ്. അപ്പോ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോ നമ്മൾ അള്ളാഹു ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഇനി അവസാനത്തെ കഥ, ദുൽഖർനൈൻ ആരായിരുന്നു? ഒരു വലിയ രാജാവായിരുന്നു. ആദ്യം മഗ്രിബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് വരെ യാത്ര ചെയ്തു. അവിടെ അടുത്ത ആളുകളെ സഹായിച്ചു. പിന്നെ മത്ല അശംസ്, സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് വരെ യാത്ര ചെയ്തു. അവിടെ ആളുകളെ സഹായിച്ചു. പിന്നെ അവസാനം യജൂജന്റെ ഉപദ്രവത്തിൽ നിന്ന് പിന്നെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു സെദ് ഉണ്ടാക്കി, അല്ലെ. സെദ് എന്ന് പറഞ്ഞാൽ വലിയ അണക്കെട്ടുണ്ടാക്കി. ഇന്നത്തെ ചൈനയിലെ വൻമതിലാണെന്നൊക്കെ പറയുന്നുണ്ടത്. പക്ഷെ അത് നമുക്ക് കൊറാബറേറ്റ് ചെയ്യാൻ തെളിവൊന്നുമില്ല. ബട്ട് എനിവേ അതൊക്കെ വിശദമായിട്ട് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അന്തിമമായിട്ട് ആ മതിലിനെ കുറിച്ച്, ആ സെദ്ദിനെ കുറിച്ച്, ആ അണക്കെട്ടിനെ കുറിച്ച് ദുൽഖർനൈൻ പറഞ്ഞ വാചകം എന്താ? ഹാദാ റഹ്മത്തും മിർ റബ്ബി. ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി. ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്, കാരുണ്യമാണ്. ഏതുപോലെ ഹാദാ മിൻ ഫളി റബ്ബി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. ഹാദാ റഹ്മത്തും മിർ ഫഇദാ ജാഅ വഅദു റബ്ബി. ബാക്കി പൂരിപ്പിക്കുകയും ജഅലഹു ദക്ക. അഹ്സൻതി. ഫഇദാ ജാഅ വഅദു റബ്ബി, എന്റെ റബ്ബിന്റെ വാചകം, വാഗ്ദത്തം പുലർന്നു കഴിഞ്ഞാൽ ജഅലഹു ദക്ക, ഈ അണക്കെട്ടും തകർന്നു പോകും. അപ്പൊ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഈ ദുനിയാവിന്റെ നശ്വരതയെ അള്ളാഹു ഈ സൂറത്തിന്റെ ഓരോ കഥകളിലും എഴുതി ചേർത്തിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആമുഖമാണ് ഈ മാക്കിസീന ഫീഹി അബദൻ എന്നുള്ളത്. അത് ദുനിയാവിൽ നിങ്ങൾക്ക് വലിയ വലിയ അപകടങ്ങൾ വരും. ബഅസ് ഷദീദ്, അല്ല, ഇന്റൻസ് വാർ, അതിശക്തമായ യുദ്ധം വരും.
പക്ഷെ ആ യുദ്ധത്തിന്റെ അപ്പുറം അന്തിമമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന അജ്റൻ ഹസൻ, പരലോകത്തെ മഹത്തായ പ്രതിഫലം, മാക്കിസീന ഫീഹി അബദൻ, അവിടെ നിങ്ങൾ ശാശ്വതമായി താമസിക്കും. അതിനൊരു നാശവും സംഭവിക്കില്ല, അതിനൊരു ഒരു തരത്തിലുള്ള പരിക്കുവേൽക്കില്ല. നിങ്ങൾ സമ്പൂർണമായിട്ട് അവിടെ എന്നെന്നും വസിക്കുന്നവർ. ആ എന്നെന്നും വസിക്കുന്ന ഇമ്മോർട്ടാലിറ്റി, എറ്റേണിറ്റി, അനശ്വരത, അതാണ് അള്ളാഹു അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്കിസീന ഫീഹി അബദൻ എന്നതൊരു ആയത്തായിട്ട് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് മാക്കിസീന ഫീഹി അബദൻ എന്നുള്ളത് ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിനോട് ചേർത്ത് പറയാമായിരുന്നിട്ടും അതിനെ ബ്രേക്ക് ചെയ്ത് ഇന്റൻഷനലി അതിനെ അവിടെ നിന്ന് മുറിച്ചെടുത്ത് ഒരു പ്രത്യേക ആയത്തായിട്ട് അള്ളാഹു ചേർത്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതാണ് അതിന്റെ ഒരു ആയത്താക്കി അതിനെ മാറ്റിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും, ഈ ലോകത്തെല്ലാം ടെമ്പററി ആണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്? ഒരാൾ നല്ല ഒരു ഇസ്ലാമിക സ്ഥാപനം നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ നല്ല മെഡിക്കൽ റിസർച്ച് നടത്തുന്നു, ഒരാള് ശാസ്ത്രീയമായിട്ട് പഠനങ്ങൾ നടത്തുന്നു, ഗവേഷണം നടത്തുന്നു, ഒരു രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നു. അപ്പൊ ഇതൊക്കെ നശിച്ചു പോകാനുള്ളതാണ്. വൈ ഷുഡ് വി ബിൽഡ് ഇറ്റ്? എന്തായിരിക്കും അതിന്റെ ഒരു ലോജിക്ക്? ആ ലോജിക്ക് എന്താന്ന് വെച്ചാല് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ ഒരു വാചകമാണ് അതിന് ഉത്തരമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് അന്ത്യനാള് വന്നാലും, അന്ത്യനാള് സംഭവിക്കും എന്ന് വരികിലും, അത് അടുത്തെത്തി, നിങ്ങൾക്കറിയാം ഇപ്പൊ സംഭവിക്കും, എന്നാലും നിങ്ങളുടെ കയ്യിൽ ഒരു വിത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നടണം. കാരണം ആ വിത്ത് നിങ്ങൾ നടുമ്പോ ഒരു ആപേക്ഷികമായി പറഞ്ഞ ഒരു സംഗതിയാണത്. നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിച്ചു കൊള്ളണമെന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ശേഷം വരുന്ന തലമുറകൾ അവർക്ക് അതിന്റെ ഗുണം ലഭിച്ചേക്കാം. നമ്മളിപ്പോ പലരും, ഇപ്പൊ ഞാൻ എന്റെ വാപ്പാനെ കുറിച്ച് ഓർക്കാതെ ഒരു ദിവസവും പോലും ഇല്ല. കാരണം എന്ന് വെച്ചാല് എന്റെ വീട്ടിലുള്ള പല വൃക്ഷങ്ങളും, അത് മാവാവട്ടെ, പ്ലാവാകട്ടെ, ഈ റംബുട്ടാൻ എന്ന് പറയുന്ന മരം ഉണ്ടല്ലോ, അതാവട്ടെ, നമ്മള് ഓരോ തവണയും നമുക്ക് ഇതൊക്കെ ലഭിക്കുന്ന അത്തരം സംഗതികളൊക്കെ എന്റെ വാപ്പ നട്ടതാണ്. പക്ഷെ വാപ്പ അത് നടുമ്പോ നിങ്ങളുടെയൊക്കെ ഓരോരുത്തർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ വാപ്പമാര് അല്ലെങ്കിൽ വല്ലുപ്പമാര് ഒക്കെ നട്ടത് അത് നിങ്ങൾ അനുഭവിക്കുന്നു. സോ അവരത് നട്ടത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണോ അത് നട്ടത്? അവർക്ക് വേണ്ടിയാണ് നടണമെങ്കിൽ അവര് അത് അങ്ങനെ നടുവായിരുന്നില്ല. നമ്മളിപ്പോ അത് പറയുമ്പോ ഒരു രസകരമായ ഒരു കാര്യം, നമ്മളിപ്പോ നടന്ന എന്താ? നമ്മൾ ആയുർ ചക്കയാണ് നടുക. ആയുർ ചക്ക നട്ടാനുള്ള ഗുണം എന്താ? 1.5 വർഷം കൊണ്ട് ചക്ക ഉണ്ടാവും, അല്ലെ? അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മൾ നട്ട് നമ്മൾ തന്നെ തിന്നണം, അല്ലെ? നമ്മൾ അങ്ങനത്തെ ഓട്ടുമാവ്, അല്ലെ, അങ്ങനത്തെ ഇന്ന് ഈ ഡിസ്പോസിബിൾ സംസ്കാരം വളർന്നു വന്നിട്ട് ഇപ്പൊ കാറ് പോലും അങ്ങനെയാണല്ലോ. നമ്മൾ വാങ്ങിക്കണ കാറിന്റെ ഒക്കെ ഇപ്പോഴത്തെ കാറുകളുടെ ഒക്കെ അവസ്ഥ എന്താ? 10 കൊല്ലത്തെ വാറണ്ടി. അത് വാങ്ങി 10 കൊല്ലം കഴിയുമ്പോൾ അത് ഉപേക്ഷിച്ചേക്കണം. മറിച്ച് വിൽക്കാനൊന്നും നിൽക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ കാറാണ് ചൈനക്കാർ ഇറക്കണത്. നമ്മുടെ ആ ഒരു കൾച്ചറിൽ വന്നിട്ട് ഈ എറ്റേണിറ്റി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് അടുത്തൊരു തലമുറക്ക് വെക്കണം. അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണവും അത്ര തന്നെ ഉള്ളൂ, അല്ലെ? ഇപ്പൊ ഈ ആയൂർ ചക്ക എന്താണ്, ആയൂർ പ്ലാവ്, അങ്ങനെ തന്നെയല്ലേ അതിന്റെ പേര് പറയാ? ആ പ്ലാവിന്ന് കിട്ടുന്ന ചക്കയും നമ്മുടെ വാപ്പ അല്ലെങ്കിൽ വല്ലുപ്പ, അവരുടെ ഉപ്പ ഒക്കെ നട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന മാങ്ങയും ചക്കയുടെ ഒക്കെ ഗുണം ഒന്നാണോ? അല്ല. കാരണം ഇത് നമുക്ക് വേണ്ടി നമുക്ക് തന്നെ തിന്നണം, നമുക്ക് തന്നെ നമ്മുടെ കാലത്ത് തന്നെ ഇതൊക്കെ കണ്ടുപോകണം എന്ന ഒരു കൺസെപ്റ്റ്. അത് മാറ്റി നിർത്തിയാൽ നമ്മൾ ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ, നമ്മൾ കുഴിച്ചിടുന്നത്, പ്ലാന്റിങ് എ സീഡ്, ഇതൊക്കെ എന്തിനാണ്? അടുത്ത ഓരോ തലമുറ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾ കുഴിച്ചിട്ട് ഇതിൽ നിന്ന് ഒരു പക്ഷി ഭക്ഷിച്ചാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അല്ലെ? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുന്ന നാമാണ്, പുനരുജ്ജീവിക്കുന്നത്. വനക്തുബു മാ ഖദ്ദമു, അവർ പ്രവർത്തിച്ചത് മൊത്തം നാം എഴുതും. വആസാറഹും, അവർ പ്രവർത്തിച്ചത് മാത്രമല്ല, ആ പ്രവർത്തിച്ചതിന്റെ ഫലം എന്തൊക്കെയാണോ അതും. അതുകൊണ്ടാണ് ഇസ്ലാമിൽ വഖഫ് ഇത്ര പ്രാധാന്യമുള്ളതായത്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരം ലഭിക്കുന്ന നമ്മുടെ ഒരു പണമോ ഒരു സ്വത്തോ
അല്ലെങ്കിൽ ഒരു കഴിവോ ഒക്കെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തില് വഖഫായിട്ട് നിർത്തും. വഖഫ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. നമ്മൾ മരിച്ചാലും നമുക്ക് അപ്പോ നമ്മൾ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അതാണ്. നമ്മൾ മരിച്ചാലും നമുക്ക് പരലോകത്ത് നമ്മുടെ ഖബറില് പ്രതിഫലം ലഭിക്കുന്നത്, നമുക്ക് സ്വർഗത്തിലേക്ക് വരെ നമ്മൾ എത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് കാര്യമായിട്ട് ചെയ്യേണ്ടത്. ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അത് അയാൾ കഴിക്കുന്നതോട് കൂടി തീർന്നു. പക്ഷെ ഒരു തലമുറക്ക് ഭക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് വഖഫായിട്ട് ചെയ്യുകയാണെങ്കിലോ, അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. വഖഫ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് വഖഫ് ഒരു വലിയ ചർച്ച, ഞാൻ അതിനകത്തേക്ക് വിശദമായി പോകുന്നില്ല. പക്ഷെ ഒറ്റൊരു കാര്യം പറയാൻ എനിക്ക് തോന്നുന്നത്, നമുക്ക് നമ്മൾ വഖഫ് എന്ന് കേൾക്കുമ്പോൾ പണ്ട് കാലത്ത് തെങ്ങ് വഖഫ് ചെയ്തിരുന്നു, ഇന്ന് സ്ഥലം വഖഫ് ചെയ്യുന്നു, ബിൽഡിംഗ് വഖഫ് ചെയ്യുന്നു. പക്ഷെ അത് മാത്രമല്ല വഖഫ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇവിടെ ഫാസിൽ ഇവിടെ ഉണ്ട്, പക്ഷെ ഫാസിലിനെ മുൻനിർത്തി തന്നെ ഞാൻ പറയണേ, ഇപ്പൊ ഈ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സൂം പ്ലാറ്റ്ഫോം, അത് ഫാസിൽ നിലനിർത്തിയിരിക്കുന്നുണ്ട്. നമ്മുടെ സഹോദരൻ ഒറ്റ ഒരു പർപ്പസേ ഉള്ളൂ, ഈ ഖുർആൻ ക്ലാസ് നടക്കണം. ഇതൊരു വഖഫാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതൊരു വഖഫാണ്. എന്തുകൊണ്ടാണ് ഇത് വഖഫാവുന്നത്? ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഫാസിലിന് പടച്ചോൻ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ, മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊരു വഖഫാണ്. അതായത് ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ വർഷമോ മാസത്തിലോ ഒരു ഫീ കൊടുത്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ നിലനിർത്തുന്നു. ഇതുപോലെ നമുക്ക് വഖഫ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു നല്ലൊരു അറബിക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കോളറിന്റെ സ്പീച്ച് കേട്ടു. അയാൾ പറയാണ്, അയാൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആണ്. അറബിലാണ് സ്പീച്ച് നടത്താം. ഡോക്ടർ യാസിർ അൽ ഹസമി. അദ്ദേഹത്തിന്റെ ഒരു പോഡ്കാസ്റ്റ് 140 മില്യൺ ആളുകളാണ് കേട്ടത്. ഒറ്റൊരു പോഡ്കാസ്റ്റ് 140 മില്യൺ. അറബിയിൽ അത്രയും വലിയ പോഡ്കാസ്റ്റ് ആയിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു വയസ്സായ ഒരു സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു പോലും, എനിക്ക് വഖഫ് ചെയ്യാനൊന്നുമില്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ ഫോൺ വെക്കുന്ന ഒരു സ്റ്റാൻഡ്, മൊബൈൽ ഫോൺ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഞാൻ നിങ്ങൾക്ക് തരാം. എപ്പോ നിങ്ങൾ ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നു, അപ്പോ അത് ഉപയോഗിക്കണം, കാരണം അതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണം. എന്നിട്ട് അദ്ദേഹം പറയണേ, ഞാൻ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ഞാൻ ഇപ്പോഴും ഏത് ക്ലാസ് എടുക്കുമ്പോഴും എന്റെ ഫോൺ ഉപയോഗിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ആ സ്റ്റാൻഡാണ് വെക്കുക. കാരണം ആ വയസ്സായ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മാക്കിസീന ഫീഹി അബദൻ, സ്വർഗത്തിൽ എന്നും താമസിക്കുന്നവരാണ് എന്ന ഒരു കാര്യം പറയുമ്പോൾ അതിന് പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ രൂപത്തിലുള്ള നന്മകൾ ചെയ്യുക. അതായത് ചെറിയ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നന്മ ചെയ്തിട്ട് അതിന്റെ ഒരു ഫലം ഈ ലോകത്ത് തന്നെ എല്ലാവരും അനുഭവിച്ചു പോകുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ നമ്മളുടെ അടുത്ത് വരുന്ന ഒരു യാചകനും ഒരു സംഗതി, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ മരണശേഷവും ഖബറിലും ഒക്കെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ലഭിക്കുന്ന നന്മകൾ. നമ്മുടെ അറിവ് പകർന്നു കൊടുക്കുന്നത് എന്താണ്? ഒരാൾക്ക്, നിങ്ങളിപ്പോ എന്റെ അടുത്ത് നിന്ന് ഇത് കേൾക്കുന്നു, ഇത് നിങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അതൊരു വഖഫാണ്. ഹൗ ഇറ്റ് ബിക്കംസ് എ വഖഫ്. അതനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുമ്പോ, ഇപ്പൊ നോക്കൂ, ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇസ്ലാമിലെ ഏറ്റവും കൂടുതൽ സദക്ക ചെയ്ത ആള്, അല്ലെ? പക്ഷേ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സദക്കനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും മദീനയിലെ ചില കാരക്കത്തോട്ടങ്ങള് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഖഫാണ്. അതിൽ നിന്ന് കാരക്ക കിട്ടുന്ന ആളുകളൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിന് അതിന്റെ പ്രതിഫലം പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഉസ്മാൻ റളിയല്ലാഹുവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുന്ന ഓരോ പ്രതിഫലത്തിന്റെ അംശവും ആരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഒരാൾക്ക് ഒരു നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ, നിങ്ങളിൽ ആരെങ്കിലും ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ, ഫലഹു അജ്റു മിസ്ലു അജ്രി ഫാഇലിഹി, അത് പ്രവർത്തിക്കുന്ന ആളുടെ അത്രയും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും, മറ്റേ ആളുടെ പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് നമ്മുടെ എറ്റേണിറ്റിയെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ്. അതാണ് മാക്കിസീന ഫീഹി അബദൻ എന്ന് പറയുമ്പോൾ, ഈ നാളെ മരിക്കും എന്ന് നമ്മൾ അറിഞ്ഞാൽ പോലും ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യണം. കാരണം അതിന്റെ ഗുണഭോക്താക്കൾ ഒരു പക്ഷെ നമ്മളായിക്കൊള്ളുന്നില്ല, മറ്റാരെങ്കിലും ആയിരിക്കാം. അതുകൊണ്ട് ആ നന്മകളുടെ പ്രതിഫലം മറ്റുള്ളവർ അത് അനുഭവിക്കുന്നിടത്തോളം കാലം നമുക്കും അതിന്റെ നന്മകൾ തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന കൺസെപ്റ്റ്. അതുകൊണ്ടാണ്
ഇസ്ലാം അതിന് ഇത്ര കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മൾ പരലോകത്തേക്ക് വേണ്ടി ഓരോ സംഗതികളും ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഏതെങ്കിലും അർത്ഥത്തിലുള്ള അത്തരം നന്മകൾ ഒരാൾക്ക് നന്മ അറിയിച്ചു കൊടുക്കുന്നതോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു സിൻസിയറിറ്റി, ഒരു ആത്മാർത്ഥമായ പരിശ്രമമായിട്ട് മാറുമ്പോൾ റിസോഴ്സ് നമുക്ക് പ്രശ്നമില്ല. ചില ആളുകൾ പറയും എനിക്ക് അതിന് പറ്റുന്ന പണമില്ല, എനിക്ക് അതിനെ പറ്റി കഴിവില്ല, എനിക്ക് ആർക്കും അത് മാറ്റി വെച്ചിട്ട് നമ്മൾ സിൻസിയർ ഇന്റൻഷനോട് നമ്മുടെ നീയത്ത് പൂർണ്ണമായിട്ടും ഖാലിസത്തന്നില്ല, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചിട്ട് ആ നീയത്തോടു കൂടി നമ്മൾ അങ്ങനെ ഇറങ്ങുമ്പോൾ റിസോഴ്സസ് നമുക്ക് വരും, അള്ളാഹ് കൊണ്ടുവന്ന് തരും. അല്ലെ? ദുൽഖർനൈനയുടെ കഥ നമ്മൾ ഇനി പഠിക്കാനിരിക്കുന്നുണ്ട്. അതിൽ പറയുന്ന അത്ബഅ സബബൻ, അല്ലെ? ആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ ഫഅത്ബഅ സബബ. അള്ളാഹു നൽകിയ നമുക്ക് എന്താണോ നൽകിയിട്ടുള്ളത് അത് നമ്മൾ വിനിയോഗിക്കുമ്പോൾ അള്ളാഹു നമുക്ക് കൂടുതൽ അത്തരം സബബ് വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മാകിസീന ഫീഹി അബദൻ, നമ്മൾ അതിന്റെ കുറച്ച് ഗ്രാമറ്റിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് വരാം. അപ്പോ അതിനെക്കുറിച്ച് ചില തഫ്സീറുകളിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മാകിസീന എന്നുള്ളത് ഒരു തഫ്സീർ അൽ ദർവിഷ് അദ്ദേഹത്തിന്റെ ഒരു തഫ്സീറിൽ പറയുന്നത് ഹാലും മിനൽ ഹാ, ഈ ലഹും എന്ന് പറഞ്ഞല്ലോ, അന്ന ലഹും അജ്റൻ ഹസന, ആ ലഹും എന്നതിലെ അവർക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഹാലാണ്, അതാണ് മാകിസീന. അതായത് അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ട് അജ്റൻ ഹസനൻ, മഹത്തായ പ്രതിഫലം. ആ ഹും എന്നതിന്റെ ഒരു സ്റ്റേറ്റ്, അവരുടെ അവസ്ഥ, അത് വിശദീകരിക്കാനാണ് മാകിസീന. അതായത് അതിന്റെ അർത്ഥം അവർ ആ പ്രതിഫലത്തിൽ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് അതിനെ കാത്തിരുന്നു കൊണ്ടിരിക്കും. മക്കസയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, ആന്റിസിപ്പേറ്റ് ചെയ്യുക, പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിനാണ് മക്കസ എന്ന് പറയാം. അതിന്റെ വാക്കർത്ഥം പഠിക്കുമ്പോൾ നമുക്കത് പറയാം. അപ്പോ ഒന്നാമത്തെ ഒരു വിശദീകരണം ഇതെന്താണ്, ഹും എന്നതിന്റെ ഹാലാണ്, അവർക്ക് ആ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിശ്വാസികൾക്ക് മഹത്തായ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞതിന്റെ ഹാലാണ് മാകിസീന. ഇതാണ് ഗ്രാമറ്റിക്കൽ ഒരു. രണ്ടാമതൊരർത്ഥം ഔൽ മർഫു അൽ മുസ്തത്തിർ ഫീഹി എന്ന് പറഞ്ഞാല് ഈ മാകിസീന എന്നുള്ളത് ശരിക്ക് ഒരു വെർബായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതായത് ചില ഇസ്മുകള്, ഞാൻ അതിന്റെ ഒന്ന് എന്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നിങ്ങൾ പറയണേ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോ മാകിസീന ഫീഹി അബദൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ഇപ്പോ ഈ മാകിസീന ഫീഹി അബദൻ, ഈ മാകിസീന എന്നുള്ളത് ശരിക്ക് അതിന്റെ അകത്തൊരു ലമീർ അടങ്ങിയിട്ടുണ്ട്. ആ ലമീർ എന്താ? ഹും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഹും, അല്ലെ? ഇത് തന്നെ ഇസ്മു ഫായിലായിട്ടാണ് ഇപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇസ്മു ഫായിലിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫിഇലായിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താ വരിക? യംകുസൂന എന്ന് വരും. യംകുസൂന, കണ്ടോ? അതായത് ഈ മാകിസീന, മക്കസ എന്നതാണ് ഫേല്, ശരിക്കുള്ള ഫേല്. അതിന്റെ മുതാരിയാണ് യംകുസൂന, അവർ അവിടെ എന്തോ പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ്, താമസിക്കുന്നവരാണെന്നുള്ളത്. അപ്പോ ഈ യംകുസൂന എന്ന ഫിഅലിന്റെ ഇസ്മു ഫായിലാണ് മാകിസീന എന്നതാണ്. അപ്പൊ അതായത് അതിനെ മർഫൂ മുസ്തത്തിർ എന്നാ പറയാ. അതിന്റെ ഗ്രാമർ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട, എനിക്ക് ഇത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ബേജാറൊന്നും വേണ്ട. ഇങ്ങനെ ഒരു വിശദീകരണം അതിനുണ്ട്. അതിന്റെ അർത്ഥം എങ്ങനെയാണോ വെർബ് ഉപയോഗിക്കുക, ആ ഒരു വെർബിന്റെ അതേ അവസ്ഥയിലാണ് അവിടെ മാകിസീന എന്നാണ് പ്രയോഗിച്ചത് എന്നാണ് പറഞ്ഞ ആ വാദത്തിന്റെ അർത്ഥം. അപ്പോ മർഫു ആയിട്ടുള്ള ഫിഅലിന്റെ സ്ഥാനത്ത് മാകിസീന പ്രയോഗിച്ചു എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ. ഇനി വേറൊരു വ്യാഖ്യാനം പറയുന്നത് ഈ മാകിസീന എന്നുള്ളത് ഹാലും മിനൽ മുഅ്മിനീൻ, അതായത് മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞല്ലോ മുഅ്മിനുകളെ കുറിച്ച്. ആ മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞ അതേ ഹാലാണ് ഇവിടെ മാകിസീന. അപ്പോ ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഹും എന്നതിലേക്ക് മടങ്ങുന്നു, അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്. അതിന് പകരം ഹും അല്ല, ശരിക്കും മുഅ്മിനീൻ എന്നതിന്റെ ഒരു ഹാലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വിശ്വാസികൾ,
സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിശ്വാസികൾ, അവർ അവിടെ ആ പ്രതിഫലത്തിൽ, അതായത് സ്വർഗത്തിൽ, പ്രതിഫലം എന്നതാണ് യഥാർത്ഥ വാക്ക്, പക്ഷെ അതിൽ അവർ ശാശ്വതമായി വസിക്കുന്നവരാണ്. അപ്പൊ അതൊരു സത്യവിശ്വാസികളെ അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് പരലോകത്ത് മഹത്തായ പ്രതിഫലമുണ്ട്, അതിൽ നിങ്ങൾ അവിശ്വാസികൾ വളരെ സമ്പൂർണമായി ആ പ്രതിഫലത്തിൽ നിങ്ങൾ നിരന്തരമായി പുതിയ 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 പ്രതിഫലങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്നവരായിരിക്കും എന്നതാണ്. അപ്പോ മുഅ്മിനുകളോട് ചേർത്തിട്ടാണ് മാക്കിസീൻ പറഞ്ഞത്. നോക്കൂ, മുഅ്മിനീൻ, മുഅ്മിനൂനല്ലല്ലോ പറഞ്ഞത് അവിടെ, അല്ലെ? മുഅ്മിനീൻ എന്നല്ലേ പറഞ്ഞത്, അതേ മാക്കിസീൻ. അപ്പോ ഇതിന്റെ മുഅ്മിനിന്റെ ഹാലാണ് മാക്കിസീൻ എന്നാണ് മറ്റൊരു വിശദീകരണം. ഓക്കെ, ഇനി അടുത്ത സംഗതി, വഖീല ഹുവ സിഫത്ത് ലിഅജ്റൻ വൽ ആഇദു അൽ ഹാഉ മിൻ ഫീഹി. ഇത് പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആണ്. സിഫ മൗസൂഫ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? സിഫത്ത് മൗസൂഫ് കേട്ടിട്ടുണ്ടോ? എന്താ സിഫത്ത് എന്ന് പറഞ്ഞ? എന്താ സിഫത്ത്? സിഫത്ത് എന്ന് പറഞ്ഞ എന്താ? വിശേഷണം. ഇവിടെ അജ്റൻ എന്ന് പറഞ്ഞല്ലോ, അല്ലെ? അജ്റൻ, അജ്റൻ, അജ്റൻ എന്ന് പറഞ്ഞല്ലോ, അല്ലെ? ഈ അജ്റൻ എന്ന് പറഞ്ഞത് ഇതിന് ഓക്കെ, അജ്റൻ എന്ന് പറഞ്ഞതിന് അതിന്റെ ഒരു സിഫത്ത് എന്താണ്? ഹസനൻ, അല്ലെ? അജ്റൻ ഹസനൻ, അല്ലെ? അപ്പൊ ഇതിലേതാ സിഫത്ത്? ഹസനൻ. മൗസൂഫ് ഏതാ? അജ്റൻ. മൗസൂഫ് അജ്റൻ. ഓക്കെ, അതായത് ഇംഗ്ലീഷിൽ പറയണെങ്കിൽ അജക്റ്റീവ്, ഇതാണ് അജക്റ്റീവ്. ഹസനൻ എന്നുള്ളതാണ് അജക്റ്റീവ്, നാമവിശേഷണം. അതിൽ ഒറിജിനൽ നൗൺ ഏതാ? അജ്ർ, പ്രതിഫലം, റിവാർഡ്, ബെസ്റ്റ്, ദ ബെസ്റ്റ് റിവാർഡ് എന്നുള്ള അർത്ഥത്തിലാണ് അജ്റൻ ഹസൻ. അല്ല, ദ ബെസ്റ്റ് എന്നുള്ളത് അജക്റ്റീവ് ആണ്, അജ്റൻ എന്നുള്ളത് നൗൺ ആണ്. അപ്പൊ അറബിയിൽ അതിനെ പറയാ അജ്റൻ എന്നുള്ളത് മൗസൂഫ്, ഏതിനെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആ വിശേഷിപ്പിക്കപ്പെടുന്ന പദത്തെ മൗസൂഫ് എന്ന് പറയും, വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദത്തെ സിഫത്ത് എന്ന് പറയും, അതാണ് അജക്റ്റീവ്. ഇവിടെ പറയുന്നത് ഈ അജ്റൻ ഹസനൻ എന്നതിന്റെ മറ്റൊരു സിഫത്താണ് മാക്കിസീന എന്നാണ് പറയുന്നത്. അജ്റൻ ഹസനൻ എന്നതിന്റെ മറ്റൊരു സിഫത്താണ് എന്ത്? മാക്കിസീന. മാക്കിസീന മാത്രമല്ല, മാക്കിസീന ഫീഹി അബദൻ. കേൾക്കണ്ടോ? ഞാൻ ഇന്ന് ജോയിൻ ചെയ്തതാണ്, അപ്പൊ എനിക്ക് കൂടുതൽ അറിയില്ല. അപ്പൊ എനിക്ക് ഇത് കേൾക്കുമ്പോ ഒരു ഡൗട്ട്, നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് മുഴുവനും മാക്കിസീന, അതായത് കെസ്റും യാവും വന്നതിനെ പറ്റി, മാക്കിസൂനാക്ക് പകരം മാക്കിസീന എന്ന് വന്നതാണോ? അപ്പൊ ഈ മാക്കിസീനാവും മാക്കിസൂനാക്കും രണ്ടും രണ്ടർത്ഥമാണോ? അല്ലെങ്കിൽ വെറും ഗ്രമറ്റിക്കൽ മാത്രമാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത്? അപ്പൊ നേരത്തെ കുറെ അർത്ഥം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. അതായത് നമ്മൾ ഈ അർത്ഥം, ഈ ഗ്രാമർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗ്രാമർ പറയാൻ വേണ്ടി പറയല്ല, മറിച്ച് എന്തുകൊണ്ട് ഈ അർത്ഥം നമ്മൾ പ്രയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഗ്രാമർ മാത്രമേ നമ്മൾ പറയുള്ളൂ. അപ്പൊ ഇവിടെ മാക്കിസൂന എന്ന് പറയാതെ എന്തുകൊണ്ട് മാക്കിസീന പറഞ്ഞു എന്നതാണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരു വിശദീകരണം പറഞ്ഞത്, ഈ മാക്കിസീന എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സത്യവിശ്വാസികൾ, മുഅ്മിനീൻ, യുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, ആ മുഅ്മിനീന എന്ന് പറഞ്ഞതിന്റെ ഒരു ഹാലാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ സത്യവിശ്വാസികൾ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് പറയാനാണ് അത് പറഞ്ഞത്. അപ്പൊ ഹാലിന് സാധാരണഗതിയിൽ അറബി ഭാഷയിൽ ഗ്രാമറ്റിക്കൽ അതിന്റെ കോണ്ടെക്സ്റ്റ് വരിക ഈ നസ്ബാണ്, യാ വെച്ചിട്ടാണ്. അപ്പൊ മാക്കിസൂന എന്ന് പറയില്ല, മാക്കിസീന എന്ന് പറയും എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു വിശദീകരണം പറയുന്നത് അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഹസനൻ, അജ്റൻ ഹസനുൻ എന്ന് പറയാതെ അജ്റൻ ഹസനൻ എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ? അജ്റൻ എന്നത് അല്ലെ ഒരു വിശേഷിപ്പിക്കപ്പെട്ട പദമാണ്, അതിന്റെ സിഫത്താണ് ഹസനൻ എന്നുള്ളത്. അതുപോലെ ആ ഹസനൻ എന്നതിന്റെ മറ്റൊരു സിഫത്താണ് ഈ ജുംല,
ഈ ഒന്നായിട്ടുള്ള ഈ സെന്റൻസ് മാക്കിസീന ഫീഹി അബദൻ, അർത്ഥം എന്താ? ആ പ്രതിഫലത്തിൽ ഏറ്റവും ഉത്തമമായ പ്രതിഫലമാണ് അത്. ആ പ്രതിഫലത്തിൽ അവർ ശാശ്വതമായിട്ട് തങ്ങുന്നവരാണ്, വസിക്കുന്നവരാണ്. അത് എന്താണ്? ഈ അജ്റിന്റെ മറ്റൊരു സിഫത്താണ്. അതായത് അറബി ഭാഷയിൽ ഒരു അഡ്ജക്റ്റീവ് ഒരു നൗണായിട്ട് മാത്രമല്ല വരിക, മറിച്ച് ഒരു സെന്റൻസും വരും. അത് ഇംഗ്ലീഷിലും വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഐ ബോട്ട് എ കാർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇൻ എ വെരി ഗുഡ് കണ്ടീഷൻ. ഐ ബോട്ട് എ കാർ ഇൻ എ വെരി ഗുഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞാനൊരു കാർ മേടിച്ചു, വളരെ നല്ല. ആ ഇൻ എ വെരി ഗുഡ് കണ്ടീഷൻ എന്നുള്ള സെന്റൻസ് മൊത്തം എന്താണ്? കാറിന്റെ അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവിയൽ ക്ലോസ് എന്ന് അതിനെ പറയാം ഇംഗ്ലീഷിൽ. ഇതുപോലെ അറബിയില് ഇപ്പോ സത്യവിശ്വാസികൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾ, അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിന്റെ മറ്റൊരു വിശേഷണമാണ് മാക്കിസീന ഫീഹി അബദൻ. അവിടെ അവർ സമ്പൂർണ്ണ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ മാക്കിസീന, അതായത് ആ ലെറ്റേഴ്സ് പോലും എന്തുകൊണ്ട് അവിടെ വന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് മാക്കിസൂനാവും സെയിം അർത്ഥമാണ് ശരിക്കും ഉള്ളത്. പക്ഷെ ലെറ്റേഴ്സിൽ എങ്ങനെയാണ് ആ ഡിഫറൻസ് വന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, അല്ലെ? കറക്റ്റ്. അതാണ് നമ്മൾ എപ്പോഴും ഈ ഗ്രാമർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഗ്രാമർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ആ ഗ്രാമറിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്ന സംഗതി എത്രത്തോളം അതിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ ഉപകരിക്കും എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഗ്രാമറേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഉദ്ദേശം ഒരിക്കലും ഗ്രാമർ പഠിപ്പിക്കലല്ല, അറബി ഭാഷ പഠിപ്പിക്കലല്ല. അതേസമയം നമ്മുടെ ഈ കൂട്ടത്തില് അറബി ഭാഷ അറിയുന്നവരുണ്ട്, കുറച്ചൊക്കെ ഗ്രാമർ അറിയുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. പല സ്റ്റാൻഡേർഡിലുള്ള ആളുകളുണ്ട്. ഒട്ടും അറബി ഭാഷ അറിയില്ലെങ്കിലും അവർക്കും ഇത് ഫോളോ ചെയ്താൽ എന്തുകൊണ്ട് ഈ അർത്ഥം വന്നു എന്ന് ചെറിയ ഒരു ഗ്രാസ്പ് കിട്ടുന്ന രൂപത്തിലുള്ള ഗ്രാമർ നമ്മൾ പറയുന്നുള്ളൂ കേട്ടാ. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഈ ഗ്രാമർ മനസ്സിലാകാതെ പോകുന്നുണ്ട്, എന്താണ് ഇപ്പൊ ഈ ഉസ്താദ് പറയണ എന്നാരും ഓർത്ത് ബേജാറാവണ്ട. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രാമറേ ഞാൻ പറയാറുള്ളൂ. ആ ഗ്രാമർ പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഇത്രയും അതിന്റെ ആശയം നമുക്ക് മനസ്സിലാവണം. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ ഈ പറഞ്ഞത് എന്താണെന്ന് തിരിഞ്ഞോ ഏറെക്കുറെ? ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. അത്രയും മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇതിന് ശേഷം, ഈ ക്ലാസ്സിന് ശേഷം ഉണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പല സ്റ്റാൻഡേർഡിലുള്ള ആളുകളുണ്ട്. അവർക്ക് കുറച്ചുകൂടി ഗ്രാമർ കൂടുതലായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗ്രൂപ്പ് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ 1000-1000-ലധികം പേര് ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അത് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ പലരും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ദുആ ചെയ്യുന്ന, തംസപ്പ് അടിക്കുന്ന, അതൊക്കെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത് അഡ്മിൻ ആക്കി വെച്ചത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലായിട്ട് അതിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാനത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണെങ്കിൽ ഗ്രൂപ്പിൽ ഞാൻ തന്നെ ആ ക്വസ്റ്റ്യനും ആൻസറും, ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇടണമെന്നില്ല, ആൻസർ മാത്രം ഇട്ടാൽ മതി, അങ്ങനെയൊക്കെ ഇടാം. ഓക്കെ, അങ്ങനെ ഇട്ടിട്ടുണ്ട് മുമ്പ് ഇടാൻ ചെയ്യാം. ഓക്കെ, എനിവേ, അപ്പൊ നമ്മൾ സമയം വല്ലാതെ അതിനകത്ത് ചെലവഴിക്കുന്നില്ല. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ ഉദ്ദേശം. മാക്കിസീന എന്നുള്ളത് രണ്ട് രൂപത്തിൽ പറയാം. ഒന്നുകിൽ ഒരു ഹാലായിട്ട് പറയാം, അപ്പോഴും അത് മാക്കിസൂനക്ക് പകരം മാക്കിസീന തന്നെ ആയിരിക്കും. രണ്ടാമത് മാക്കിസീന ഫീഹി അബദൻ എന്നുള്ളത് ഒരു സിഫത്തായിട്ട്, അജ്റൻ ഹസനൻ എന്നതുപോലെ, ഹസനൻ എന്ന സിഫത്ത് പോലെ കംപ്ലീറ്റ് സെന്റൻസ് ഏതുപോലെ, ഐ ബോട്ട് എ കാർ ഇൻ എ വെരി ഗുഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പോലെ, ഞാൻ ഒരു കാർ വാങ്ങിച്ചു നല്ല അവസ്ഥയിൽ എന്ന് പറയുന്നു. ആ ഒരു അഡ്ജക്റ്റീവിയൽ ക്ലോസ് എന്നതുപോലെ ഒരു സെന്റൻസ് ആയിട്ട് സിഫത്ത് വരാൻ സാധ്യതയുണ്ട്. അതാണ് അവിടെ പറഞ്ഞതെന്ന് ഉദ്ദേശം. ഓക്കെ, എന്ന് പറഞ്ഞാൽ അന്തിമമായിട്ട് ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഗ്രാമറൊക്കെ നിങ്ങൾ മറന്നോളൂ. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം, അവർ ആ മഹത്തായ പ്രതിഫലത്തിൽ they are going to live in that reward. സത്യവിശ്വാസികൾ ആ പ്രതിഫലത്തിൽ അവർ ജീവിക്കാൻ പോവാണ്, ആ പ്രതിഫലത്തിൽ മുങ്ങാൻ പോവാണ് അവര്. എന്ന് പറഞ്ഞാൽ എന്നെന്നും ആ പ്രതിഫലം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോ ചെറിയ ചെറിയ നന്മകൾ പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പ്രത്യേകിച്ച് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിൽ പോലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ പ്രതിഫലത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ആ മാക്കിസീന ഫീഹി എന്ന് ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ ഗ്രാമറിന്റെയും ആറ്റിക്കുറിക്ക മീനിങ് അതാണ്. ഇപ്പൊ മനസ്സിലായോ? അനുഭവിച്ചുകൊണ്ടിരിക്കും, അത് തന്നെ. അതാണ് അവരതിൽ
അവരതിൽ ദേ വിൽ ബി ഇമ്മേഴ്സിങ് ഇൻ ദാറ്റ് റിവാർഡ് എന്നർത്ഥം. ഓക്കെ, ഇനി ഫീഹി, ഇവിടെ ഒരു ഫീഹി ഉണ്ട് അല്ലെ. ആ ഫീഹിനെ കുറിച്ച് ഒരു ഗ്രാമർ ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാല് ആ ഗ്രാമർ എന്ന് പറഞ്ഞാൽ അത് ലർഫിയ ആണെന്നാ പറയാ. ലർഫ് ജമാൻ, സോറി ലർഫ് മക്കാൻ ആണെന്നാ പറയാ. എന്ന് പറഞ്ഞാൽ ലർഫ് മക്കാൻ എന്ന് പറഞ്ഞാല് ആ പ്ലേസിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഫീഹി. അതിൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കൊരു ശമ്പളം കിട്ടിയാൽ ശമ്പളത്തെ കുറിച്ച് ആ ശമ്പളത്തിൽ ജീവിക്കുന്നു എന്ന് പറയൂലല്ലോ. അജിറിൽ നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞാല്, അപ്പൊ അതുകൊണ്ട് ആ മുഫസ്സിർ, ഇത് വിശദീകരിച്ച മുഫസ്സിർ, ഞാൻ തഫ്സീറിന്റെ പേരൊന്നും പറയുന്നില്ല, ഇത് വിശദീകരിച്ച മുഫസ്സിർ പറയുന്നത് ഫീഹി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗമാണ്, ഒരു പ്ലേസ് ആണ്. അല്ലാതെ ക്യാഷ് ആയിട്ടോ മറ്റേതെങ്കിലും ഒരു സർവീസ് ആയിട്ടോ ഉള്ള പ്രതിഫലത്തെ കുറിച്ചല്ല പറയുന്നത്. അള്ളാഹ് ഈസ് ഗോയിങ് ടു ഗിവ് അസ് ജന്ന. കാരണം ഇവിടെ ജന്ന എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല, സ്വർഗം എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന എന്നാ പറഞ്ഞത്. നല്ല പ്രതിഫലം ഉണ്ടാവും. ആ പ്രതിഫലം സ്വർഗമാണെന്ന് നമുക്ക് മനസ്സിലാകുക ഈ ഫീഹി പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ ഫീഹിയെ ലർഫ് മഖാൻ ആണ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ അതാണ് ആ ഗ്രാമർ. ആ ഗ്രാമർ പറഞ്ഞതിന്റെ ഉദ്ദേശം നമുക്ക് തിരിയും. ഫീഹി എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് എന്നതാണ് അർത്ഥം എന്നത് നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ഇനി സ്വർഗത്തിന്റെ എല്ലാ പാർട്ടും അജ്റായിരിക്കും എന്നതും ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. സ്വർഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും ഈ പറഞ്ഞ അജ്റിൽ പെട്ടതാണ്. നമുക്ക് അള്ളാഹു നൽകുന്ന കൂലിയാണ്. പകരം നമ്മൾ എന്താ കൊടുക്കുന്നത്? നമുക്ക് അള്ളാഹു തന്നെ നൽകിയ സമ്പത്ത്, അള്ളാഹു തന്നെ നൽകിയ സമയം, അള്ളാഹു തന്നെ നൽകിയ ഇൽമ്, അള്ളാഹു തന്നെ നൽകിയ മറ്റ് സമയം, എന്ത് സംവിധാനങ്ങള് ഒക്കെ, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇനി ഈ മക്കസ എന്ന് പറഞ്ഞ പദത്തിന്റെ റൂട്ട് വേർഡ് അതുകൂടി മനസ്സിലാക്കൽ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ചാല് അൽ മുഖസ് എന്ന് പറഞ്ഞാല് ഹുവൽ അനാത്തു വൽ ലബ്സു വൽ ഇന്തിളാർ. ഒരു കാര്യത്തെ കാത്തിരിക്കുന്ന, ഒരു കാര്യത്തെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, വെയിറ്റിംഗ് ആൻഡ് ആന്റിസിപ്പേറ്റിംഗ്, അതിനാണ് സാധാരണഗതിയിൽ മക്കസ് എന്ന് പറയാം കേട്ടാ. ഉദാഹരണത്തിന് ഡോക്ടർ ഫാദൽ സാമിയർ റായി അദ്ദേഹം ഈ ഇതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. വൽ ജന്നത്തു തകൂനു ബഅദു അൻ യുവഫന്നാസു ഉജൂറഹും. ഈ സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹു ആളുകൾക്ക് പ്രതിഫലം പൂർണ്ണമായിട്ട് നൽകുന്ന ഒരു സ്ഥലമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ മാക്കിസ് ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകുമ്പോൾ അടുത്ത പ്രതിഫലം അതിനേക്കാളും ബെറ്റർ ആയിരിക്കും. അത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ഈ ലോകത്ത് നമുക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടാവില്ല. നമുക്കൊരു ജോലി ചെയ്ത് പ്രതിഫലം കിട്ടി, കഴിഞ്ഞു, ഖലാസ്. നമ്മൾ കുറച്ച് കാത്തിരുന്നു, ആ പ്രതിഫലം കിട്ടി, അത് കഴിഞ്ഞു, അതോട്. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെ ആയിരിക്കില്ല. സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ പ്രതിഫലവും ആ പ്രതിഫലം കിട്ടി അതിനേക്കാളും ബെറ്റർ പിന്നെ ലഭിക്കും, അതും നമ്മൾ കാത്തിരിക്കാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളും ബെറ്റർ, അതും നമ്മൾ കാത്തിരിക്കാണ്. സോ ഇപ്പൊ ആളുകൾ പറയാറുണ്ട്, ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെല്ലാം കിട്ടുമോ? ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം. എല്ലാം കിട്ടും, നമ്മൾ ആവശ്യപ്പെടുന്നൊക്കെ കിട്ടും. ഐസ്ക്രീം കിട്ടും, പിന്നെ പഴങ്ങൾ കിട്ടും, നമ്മൾ ചോദിക്കുന്നതൊക്കെ കിട്ടും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കൂലേ? എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപ്പുറം വേറെ വല്ലത്, 1000 വർഷം അവിടെ ജീവിച്ചു കഴിയുമ്പോ ചേടാ ഇതിനേക്കാളും വലിയ നല്ലൊരു സ്വർഗം വേറെ ഉണ്ടായിരുന്നെങ്കിൽ ആലോചിച്ചു പോകൂലേ? എന്നാ അതില്ലാന്നാണ് അതാ ഈ മാക്കിസീന. അവിടെയാണ് ഈ മാക്കിസീനയുടെ അർത്ഥം ആന്റിസിപ്പേഷൻ എന്ന് പറയാം. ഈ ആന്റിസിപ്പേഷന്റെ ഒരു വലിയ ഇപ്പം നമ്മൾ നോക്കൂ, ചെറിയ കുട്ടികള്, നമ്മൾ നമ്മുടെ ചെറിയ കുട്ടിക്ക് ഒരു സൈക്കിള് മേടിച്ചു കൊടുക്കാന്ന് വാഗ്ദാനം ചെയ്തു വിചാരിച്ചോ, ഒരു പ്രോമിസ്, സൈക്കിളോ ഒരു ടോയ്, എന്തെങ്കിലും ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കാന്ന് പ്രോമിസ് ചെയ്തു. നമ്മള് നാളെ വാങ്ങിച്ചു തരാന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി കിടക്കുന്ന അവസരം മുതൽ, ഇന്ന് രാത്രിയാണ് നമ്മൾ പറഞ്ഞു വിചാരിച്ചോ, നാളെ അത് വാങ്ങിക്കുന്നത് വരെ അവളുടെ ഒരു സന്തോഷം, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ആ സന്തോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാ? പലരും കണ്ടിട്ടുണ്ടാവും അല്ലെ? പ്രതീക്ഷയോടെ കാത്തിരിക്കും. അവസാനം സൈക്കിള് വാങ്ങി ഒരാഴ്ച കഴിഞ്ഞാലോ, ഒരാഴ്ച കഴിഞ്ഞാൽ അത് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലക്കരിപ്പുണ്ടാവും. ആ സന്തോഷം പിന്നെ അവനുണ്ടാവോ? പിന്നെ അവൾക്ക് ഉണ്ടാവോ? ഇല്ല. നിങ്ങളുടെയൊക്കെ വീടുകളില്
നിങ്ങളുടെയൊക്കെ വീടുകളിൽ എത്രയോ കാറുകൾ ഇപ്പോഴും ഉണ്ടാവും അല്ലെ? വളരെ പ്രതീക്ഷയോടെ ലുലുന്നോ അല്ലെങ്കിൽ ഏതോ സ്റ്റോറിൽ നിന്നൊക്കെ നമ്മൾ പോയിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്ന ആദ്യത്തെ മണിക്കൂറുകളിൽ അതുമായിട്ട് കളിച്ച കുട്ടികള് പിന്നെ കാണാം അതിന്റെ ഓരോ പാർട്സ് ഒക്കെ എടുത്തിട്ട് എല്ലായിടത്തും. അപ്പം അത് കുട്ടികളാണെങ്കിൽ നമ്മൾക്ക് വലിയ ആളുകളും അങ്ങനെ തന്നെയാണ് അല്ലെ? വലിയ ആളുകൾക്ക് നമ്മൾ ഗ്രാജുവേഷനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ഗ്രാജുവേഷനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടി ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി കുറച്ച് കഴിഞ്ഞാലോ അത് പോയി അല്ലെ? കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പ് നല്ല സന്തോഷമായിരിക്കും അല്ലെ? കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയും ഭയങ്കര സന്തോഷമായിരിക്കും. 10-15 വർഷം കഴിഞ്ഞാലോ 10-15 വർഷം കഴിഞ്ഞവർ ഇവിടെ ഉണ്ട് അല്ലെ? ഇപ്പോ വലിയ സന്തോഷമൊന്നും ഉണ്ടാവൂല അല്ലെ? കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ച ഒരു ഘട്ടത്തില്, കുറച്ച് പേഴ്സണലായിട്ട് പറയണെങ്കിൽ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ച സന്ദർഭത്തില് അല്ലെങ്കിൽ അവളുടെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ട് അല്ലെ? ആ അനുഭൂതിയാണോ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ആ പേര് കേൾക്കുമ്പോ ഉണ്ടാവുക? അല്ലല്ലോ. അത് എന്താ വെച്ചാൽ നമ്മുടെ ആന്റിസിപ്പേഷൻ പോയി. എന്നാൽ സ്വർഗം അങ്ങനെ ആയിരിക്കില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യത്തിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്നറിയോ? സ്വർഗത്തിൽ അള്ളാഹു ഇണകളെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുർ റഹ്മാനിൽ ഫീഹിന്ന കാസിറാത്തു തർഫ് പറയുന്നുണ്ട്. അതിൽ നല്ല ഈ കണ്ണിമ താഴ്ത്തുന്ന സ്വർഗീയ സുന്ദരികളെ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. ഈ കാസിറാത്തു തർഫ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു ഷൈനസ് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് എന്നൊന്നും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതിപ്പോ നമുക്ക് ഇഹലോകത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒരു വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ വിവാഹം നമ്മൾ കണ്ടുമുട്ടുന്ന അന്നു മുതൽ പരസ്പരം ഉണ്ടാകുന്ന നമുക്കൊരു ആകർഷണം, അത് നേരിട്ട് ഒരു ഐ കോണ്ടാക്ട് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ, നമ്മൾ കണ്ണ് താഴ്ത്തുന്ന ഒരു അവസ്ഥയിൽ ഒരു ഷൈനസ് കൊണ്ട്, ഒരു ലജ്ജ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അനുഭൂതി കൊണ്ട് കണ്ണ് താഴ്ത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയായിരിക്കും സ്വർഗത്തിൽ എന്നും എന്നാ പറയുന്നത്. ദമ്പതികൾക്ക് പരസ്പരം ഏറ്റവും അട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്നെന്നും നിലനിൽക്കുന്നു. ഇഹലോകത്ത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. 10-15 വർഷം ജീവിച്ച ഭാര്യയും ഭർത്താവും അതേ വിവാഹം കഴിഞ്ഞ അതേ അവസ്ഥയിലല്ലല്ലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഈ മാക്കിസീന ഫീഹി അബദൻ എന്ന അള്ളാഹു ആ പദം ഖാലിദീനയ്ക്ക് മകരം മക്കസ എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള കാരണം അവിടെ അൽ മഖാമു, അതാണ് ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, അൽ മഖാമു ഇന്തിവാർ. സ്വർഗം എന്ന് പറയുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു പ്രതിഫലം നമുക്ക് കിട്ടി, അതിനേക്കാളും നല്ല പ്രതിഫലം വരാനുണ്ട്. ഖുലൂദ്, ശാശ്വതമായിട്ടിരിക്കുന്നു. അബദൻ, ഇവിടെ എന്നെന്നും ഉള്ളതിന്റെ വാക്ക് അബദൻ എന്നുള്ളതാണ്. അബദ് ഇസ് അബൌട്ട് പെർമനന്റ്. അബദ് എന്നുള്ളത് പെർമനന്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ മാക്കിസ് എന്നുള്ളതോ, മാക്കിസിന്റെ അർത്ഥം എന്താ? ഇൻ ആന്റിസിപ്പേഷൻ, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദുനിയാവിലെ പ്രതീക്ഷകളൊക്കെ ചിലപ്പോൾ നമ്മളെ നിരാശപ്പെടുത്തും. ചിലത് നമുക്ക് ദുനിയാവിൽ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചാൽ ചിലപ്പോൾ അത് കിട്ടും, ചിലപ്പോൾ കിട്ടൂല അല്ലെ? രണ്ടിലൊന്നാണ് സംഭവിക്കുക. ദുനിയാവില് നമ്മളൊരു കാര്യം പ്രതീക്ഷിച്ചിരിക്കുന്നു, ഒന്നുകിൽ കിട്ടും, കിട്ടുന്നതോടുകൂടി അത് തീർന്നു അല്ലെ? ജോലി കിട്ടി, അതിന്റെ ഇത് കഴിഞ്ഞു. ഗ്രാജുവേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു, അതിന്റെ ആന്റിസിപ്പേഷൻ കഴിഞ്ഞു. പിന്നെ ദുരിതമാണ് അല്ലെ? അങ്ങനെയല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട്, നല്ലൊരു ശതമാനം നന്നായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോ ദുനിയാവിന്റെ അവസ്ഥ അതാണ്. സ്വർഗത്തില് എന്നെന്നും അനുഭൂതിയോടുകൂടി അനുഭവിച്ചു കൊണ്ടിരിക്കും. കറക്റ്റ്. ആ അനുഭൂതി നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ടാവും, നമുക്ക് ഒരിക്കലും മടുപ്പ് അനുഭവിക്കാത്ത രൂപത്തില്. അതാണ് സ്വർഗത്തിലെ ഓരോന്നും അടുത്തതിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതാണ് സ്വർഗം ബോറടിക്കാത്ത ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ്. അതിന് പറ്റുന്ന ഒരു പദമാണല്ല പ്രയോഗിച്ചത് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ വേർഡ് മക്കസ. മനസ്സിലായോ? അതായത് ഒരു സൈക്കോളജി ഓഫ് ഹാപ്പിനെസ് എന്ന് പറയൂലേ നമ്മള്, സൈക്കോളജി ഓഫ് ഹാപ്പിനെസ്. ഹാപ്പിനെസിന്റെ സൈക്കോളജി എന്താ? സന്തോഷത്തിന്റെ സൈക്കോളജി എന്താ? സന്തോഷത്തിന്റെ
പെട്ടെന്ന് അവസാനിക്കുന്ന ഹാപ്പിനെസ് ആണെങ്കിൽ അത് ദുനിയാവിൽ അങ്ങനെയാണ്. ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം, ചില ആളുകൾ ഒട്ടും സന്തോഷിക്കാതെയാണ് ജീവിച്ചു പോവുക. കാരണം അവര് ചെറുതായിരിക്കുമ്പോൾ വലുതാവാൻ ആഗ്രഹിക്കുന്നു, വലുതായി കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നു, ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് കെട്ടാൻ ആഗ്രഹിക്കുന്നു, പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉണ്ടായാൽ അവര് വലുതാവാൻ, പിന്നെ അവരുടെ അവസാനം ഇയാൾ ജീവിക്കാൻ മറന്നുപോകും. പക്ഷെ ആ ദുനിയാവിന്റെ ഒരു പ്രശ്നം. പക്ഷെ ദുനിയാവിൽ പോലും നമുക്ക് ആന്റിസിപ്പേഷൻ നൽകുന്ന സന്തോഷം അത് ആക്ച്വലി ലഭിച്ചാലുണ്ടാവില്ല. പക്ഷെ സ്വർഗത്തിൽ അതല്ല അവസ്ഥ. സ്വർഗത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഒരു സന്തോഷം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത സന്തോഷത്തിലേക്ക് അതാണ് ശരിക്കും ആ ഒരൊറ്റ പദം കാസിറാത്തു തർഫ്, അല്ലെ, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, അതുപോലെ തന്നെ ഫീഹിന്ന കാസുറാത്തു തർഫ് എന്നൊക്കെ പറഞ്ഞെടുത്ത് അള്ളാഹു സൂചിപ്പിക്കുന്ന ആ ഒരു എന്നെന്നും ഒരേപോലെ അനുഭൂതിയോടെ അനുഭവിക്കുന്ന ഒരു സ്വർഗത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇനി ഖുർആനിൽ ഇത് എവിടെയൊക്കെ ഈ മക്കസ പ്രയോഗിച്ചിട്ടുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ മാഖിസീന ഫീഹ അബദൻ എന്ന ആയത്ത് അവസാനിപ്പിക്കാം. ഖുർആനില് സൂറ അർ-റഅദില് 17-ാമത്തെ ആയത്തില് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഭൂമിയിൽ തങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഭൂമിയിൽ തന്നെ ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്ന സംഗതികൾ ഭൂമിയിൽ അവശേഷിക്കും എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ എന്നെന്നും അവശേഷിക്കും എന്നല്ല, മറിച്ച് ആളുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന രൂപത്തിൽ അത് അവശേഷിക്കും എന്നാണ്. അപ്പൊ മക്കസയ്ക്ക് പ്രതീക്ഷ എന്ന അർത്ഥം അവിടെ ആ പദത്തിലുണ്ട്. അത് പിന്നെ ഭൂമിയിലെ വെള്ളത്തെ കുറിച്ച് പറഞ്ഞിട്ട് എക്സാമ്പിൾ പറഞ്ഞിടത്താണ് സൂറത്തുൽ റഅദിൽ അത് പറയുന്നത്. വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ആ വെള്ളം ഭൂമിയിൽ ഇങ്ങനെ അവശേഷിക്കും. പക്ഷെ ആ വെള്ളം കൊണ്ട് വെള്ളം ഭൂമിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ആ നനഞ്ഞ ഭൂമിയിൽ നിന്ന് വിത്തുകൾ മുളച്ചു വരും. മനസ്സിലായോ? അപ്പൊ ആ ഒരു പ്രതീക്ഷയുടെ അർത്ഥമാണ് അവിടെ സൂറത്തുൽ റഅദിൽ പറയുന്നത്. അത് ഖുർആന്റെ ഒരു ഉദാഹരണമായിട്ട് അള്ളാഹു പറഞ്ഞതാണ്. ഖുർആൻ മനസ്സുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നനഞ്ഞ ഭൂമിയിൽ നിന്ന് മുള പൊട്ടുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ഖുർആൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുക. ഖുർആൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് നന്മകൾ മുളയെടുക്കും, ആ നന്മകളെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്ന അർത്ഥത്തിലുള്ള ഒരു നല്ല പാരബിൾ ആണ് ആ സൂറത്തുൽ റഅദിൽ അള്ളാഹു പറഞ്ഞത്. പിന്നെ സൂറത്തുൽ ഇസ്രായിലെ 106-ാമത്തെ ആയത്തില് ഖുർആനൻ ഫറഖനാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീല. ഖുർആനൻ ഫറഖനാഹു, ഈ ഖുർആനെ നാം ഇങ്ങനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി പിന്നെ സ്പ്രെഡ് ഇറ്റ് ഔട്ട്, ലിതഖറഅഹു അലന്നാസ്, താങ്കൾ ജനങ്ങൾക്ക് അത് ഓതി കൊടുക്കാൻ വേണ്ടി, അലാ മുക്സിൻ വളരെ സാവകാശം, ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന, കാത്തിരിപ്പ് നൽകുന്ന ഒരവസ്ഥയിൽ ഖുർആൻ ഓതി കൊടുക്കണം. മനസ്സിലായോ? ഒറ്റയടിക്ക് ഓതി കൊടുക്കരുത്. ഖുർആൻ അങ്ങനെ ഉണ്ടല്ലോ, അതാണ് ശരിക്ക് അലാ മുക്സിൻ എന്ന് പറയാൻ കാരണം. ഇപ്പൊ നോക്കൂ, ഈ ഖുർആൻ തന്നെ ഈ സൂറത്തുൽ കഹ്ഫിലെ ഈ ഭാഗം അവതരിച്ചത് 15 ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ലെ? റസൂല് പറഞ്ഞു ഞാൻ നാളെ നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞു. നമ്മൾ ആമുഖത്തിൽ അത് പറഞ്ഞു. ഈ ജൂതന്മാർ ചോദിച്ച ചോദ്യത്തിന് നാളെ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞുതരാന്ന് പറഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചത്? റസൂലിന് അള്ളാഹു സൂറത്ത് അപ്പൊ തന്നെ അവതരിപ്പിച്ചില്ല, 15 ദിവസം കഴിഞ്ഞിട്ട് അവതരിപ്പിച്ചത്. ആ 15 ദിവസം റസൂല് കാത്തിരുന്നല്ലോ. ആ കാത്തിരിപ്പിനെ കുറിച്ചാണ് മുഖസ് എന്ന് അള്ളാഹു പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രതീക്ഷ, ഇപ്പൊ വരും. അപ്പൊ ഖുർആൻ അതുപോലെയാണ്. നമുക്ക് ഇപ്പൊ എടുത്തു വായിക്കുമ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഫാത്തിഹ ഓതുന്നുണ്ട്. പക്ഷെ ഓരോ തവണ ഫാത്തിഹ ഓതുമ്പോഴും ആ ഫാത്തിഹയിൽ നിന്ന് പുതിയതായിട്ട് എന്തോ ലഭിക്കാനുണ്ടെന്നുള്ള ഒരു മുഖസ്, ഒരു കാത്തിരിപ്പ്, ഒരു ആന്റിസിപ്പേഷൻ നമുക്ക് വേണം. അതാണ് ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം. ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. പിന്നെ വേറെ ഒരു സൂറത്ത് നംലില് 22-ാമത്തെ ആയത്ത് ഫമക്കസ ഗൈറ ബഈദ് ഫഖാല അഹത്തു ബിമാ ലം തുഹിത് ബിഹി വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. ഹുദ്ഹുദ് പറഞ്ഞ ഒരു വാക്കുണ്ട്, അല്ലെ? എന്തുകൊണ്ടാണ് നീ വൈകിയത്? സുലൈമാൻ നബി ഇങ്ങനെ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ പരിശോധിച്ചപ്പോ ഫമക്കസ ഗൈറ ബഈദ്, കുറച്ചു നേരം വല്ലാതെ സമയമെടുക്കാതെ കാത്തിരുന്നു. ഫഖാല, എന്നിട്ട് എന്തിനാണ് നീ വൈകിയെന്ന് ഹുദ്ഹുദിനോട് ചോദിച്ചപ്പോ ഹുദ്ഹുദാണ് പറയുന്നത്, അവൻ കുറച്ചു നേരം ഒന്ന് മറുപടി പറയാതെ ഇങ്ങനെ കാത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു ഫഖാല അഹത്തു ബിമാ ലം തുഹിത് ബിഹി, താങ്കൾക്കറിയാത്ത ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വജിഅതുക മിൻ സബഇൻ, ഞാൻ സബഇൽ നിന്ന് വരികയാണ്.
ബിനബഇൻ യഖീൻ, ഒരു ഉറപ്പായിട്ടുള്ള വാർത്തയായിട്ട്. അവിടെ ഹുദ്ഹുദ് കുറച്ചു നേരം കാത്തിരുന്നതിനെ കുറിച്ച്, കുറച്ചു നേരം മിണ്ടാതിരുന്നപ്പോ എന്തോ ഒന്ന് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇന്തിലാർ ഉണ്ട്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച പദം മക്കസ എന്നുള്ളതാണ്. ഓക്കെ. ഇനി സൂറത്തു താഹല് 10-ാമത്തെ ആയത്തില് ഇത് റഅ നാറൻ, മൂസാ നബി അലൈഹി സ്വലാം ഒരു വെളിച്ചം കണ്ടു തൂർ സീന, ആ സീന പർവ്വതത്തിന്റെ മുകളില്. ഫഖാല ലി അഹ്ലിഹി, അദ്ദേഹം തന്റെ കുടുംബത്തോട് പറഞ്ഞു, ഉംകുസു, നിങ്ങൾ ഇവിടെ കാത്തിരിക്കൂ, ഇന്നി ആനസ്തു നാറൻ, ഞാനൊരു വെളിച്ചം കാണുന്നുണ്ട്, ലഅല്ലി ആസീകും മിൻഹാ ബിഖബസിൻ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ നിന്ന്, ആ വെളിച്ചത്തിൽ നിന്ന് കുറച്ച് കൊളുത്തി എടുത്തിട്ട് വരാം, ഔ അജിദു അലന്നാരി ഹുദ, അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ എനിക്ക് സന്മാർഗം ലഭിച്ചേക്കാം. അവിടെ അദ്ദേഹം ആ ഫാമിലിയോട് പറഞ്ഞെന്താ, ഉംകുസു, നിങ്ങൾ ഇവിടെ കാത്തിരിക്കൂ, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് മക്കസ എന്ന പദം പ്രയോഗിച്ചത്, ഇൻ ആന്റിസിപ്പേഷൻ. ഇനി ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. സുഖ്റുഫിലെ 77-ാമത്തെ ആയത്ത്, സൂറത്ത് സുഖ്റുഫിലെ 77-ാമത്തെ ആയത്ത്, വനാദൗ യാ മാലിക്, മാലിക്, നരകത്തെ കാക്കുന്ന മലക്കിന്റെ പേരാണ് മാലിക്. ആ മാലിക്കിനെ വിളിച്ചിട്ട് നരകവാസികൾ പറയണ്, ലിയഖ്ദി അലൈനാ റബ്ബുക്, നിന്റെ റബ്ബിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തരണം, ഞങ്ങൾക്ക് ഈ നരകം മടുത്തു, നരകത്തിലെ തീ മടുത്തു, ഇവിടുത്തെ വെള്ളം കുടിച്ച് മടുത്തു, ഇവിടുത്തെ ജപ്പും മരം കഴിച്ച് മടുത്തു, അതുകൊണ്ട് ലിയഖ്ദി അലൈനാ റബ്ബുക്, നിന്റെ റബ്ബിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തരണം എന്ന് പറയുമ്പോ കാല, മാലിക് പറഞ്ഞു, ഇന്നക്കും മാക്കിസൂൻ, വേണ്ട, നിങ്ങൾ ഇങ്ങനെ കാത്തിരുന്നോ. അത് ഒരു സർക്കാസാണ്, ഖുർആനിലെ ഒരു സർക്കാസാണ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷേപ, അങ്ങനെ ഉണ്ടല്ലോ, പരിഹസിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ്. ഇന്നക്കും മാക്കിസൂൻ, നിങ്ങൾ കാത്തിരിക്കുകയാണ്. എന്താ കാത്തിരിക്കണത്? ഇപ്പൊ കിട്ടിയത് കുറച്ചല്ലേ ഉള്ളൂ, ഇനി ഇതിനേക്കാളും മോശമായ ശിക്ഷ വരാനുണ്ട്. നരകം ഇത്രയല്ലേ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ, ലെറ്റ്സ് വെയിറ്റ്, മോർ ഇസ് കമ്മിങ്, കൂടുതൽ വരാനുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇന്നക്കും മാക്കിസൂൻ. അപ്പം അതാണ് മാക്കിസൂൻ. ഇനി ഫീഹി എന്നുള്ളത്, ഇന്നഹും മാക്കിസീന ഫീ, അതിന്റെ ഒരു ഗ്രാമാറ്റിക്കൽ ഇംപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, എൻകംപാസിങ്, ഇത് മുഴുവൻ, ആ സ്വർഗത്തിൽ മുഴുവൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന വസ്തുക്കളുണ്ട്. അബദൻ എന്നതിന്റെ മീനിങ്ങിൽ പറയുന്നത് അത് ലർഫ് ജമാൻ ആണെന്ന് പറയാം, എന്ന് പറഞ്ഞാൽ എന്നെന്നും. അപ്പൊ ഇവിടെ ഖാലിദീനെ പറയുന്നതിന് പകരം മാക്കിസ് ഉപയോഗിച്ചിട്ട് ഖാലിദിന്റെ അർത്ഥം കിട്ടുന്ന രൂപത്തിൽ അള്ളാഹു എന്ത് ചെയ്തു, അബദൻ അതിനോട് ചേർത്ത് വെച്ചു. എന്നെന്നും അവരിങ്ങനെ പുതിയത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് സ്വർഗത്തിൽ വസിക്കുക. സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ, ബെറ്റർ ദാൻ ദ പാസ്റ്റ്. ഭൂതകാലത്ത് സംഭവിച്ചതിനേക്കാളും കൂടുതൽ നല്ലത് ഭാവിയിൽ സംഭവിക്കും എന്ന് എല്ലാ കാലവും. ഇബ്നു ആഷൂറും ഇബ്നു അത്തിയ, ഈ രണ്ട് മുഫസ്സിറുകൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഇവിടെ ഈ സ്വർഗത്തില് അവര്, ഇവിടെ ഈ അബദൻ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ എന്നെന്നും അവർ തങ്ങുന്നതാണ്. പക്ഷെ ആ മാക്കിസിനൊക്കെ ആ ഒരു അർത്ഥമില്ല. ആ അർത്ഥത്തെ ഖാലിദീന ഫീഹി എന്ന് പറയുന്നതിന് പകരം അബദൻ എന്നതുകൊണ്ട് ഖാലിദീനയുടെ അർത്ഥത്തെ അള്ളാഹു സുബ്ഹാനഹു തആല കവർ ചെയ്തിരിക്കുന്നു. ഇറ്റ് മീൻസ് റിമൈനിങ് ഇൻ വെയിറ്റ് ആൻഡ് ആന്റിസിപ്പേറ്റിംഗ്, കാത്തിരിക്കുക, പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുക. ഓക്കെ, ഇതാണ് അബദൻ, ബ്രിങ്സ് പെർമനന്റ്. ഓക്കെ, പിന്നെ we can makithina fiha abadan. Allah is talking something that we can only experience in a temporary way here, making it permanent akhirah. അതാണ് വ്യത്യാസം. അതായത് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നതൊക്കെ ടെമ്പററി ആണ്. ഇവിടെ നമുക്ക് ചിലപ്പോ അള്ളാഹു നല്ലത് നൽകിയേക്കാം, ചിലപ്പോൾ വിജയം നൽകിയേക്കാം, നമ്മുടെ പരീക്ഷണങ്ങളിൽ വിജയം നൽകിയേക്കാം, യുദ്ധങ്ങൾ വരുമ്പോൾ വിജയം നൽകിയേക്കാം. പക്ഷെ ചിലപ്പോൾ വിജയം നൽകിയെന്ന് വരും, നമുക്ക് ഷഹാദത്തായിരിക്കും ലഭിക്കുക, നമ്മൾ പട്ടിണി കിടന്ന് മരിച്ചേക്കാം, നമ്മൾ കൊല്ലപ്പെട്ടേക്കാം, നമ്മുടെ വീട് തകർക്കപ്പെട്ടേക്കാം, നമ്മുടെ പള്ളികൾ എടുത്തു കളഞ്ഞേക്കാം. പക്ഷെ പരലോകത്ത് അതിനൊക്കെ ബദല് എന്നെന്നും പ്രതീക്ഷിക്കാവുന്ന, എന്നെന്നും കാത്തിരിക്കാവുന്ന പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കാത്തുവച്ചിരിക്കുന്നു എന്നതാണ് ഈ മാക്കിസീന ഫീഹി അബദൻ എന്നതുകൊണ്ടുള്ള. അപ്പൊ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല സന്തോഷം, ഇതിനേക്കാൾ വലിയ സന്തോഷ വാർത്ത എന്താ വേണ്ടത് നമുക്ക്? നമ്മൾ ആലോചിച്ച് നോക്കൂ. ദുനിയാവില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്രയോ കാലം നമ്മൾ ജീവിക്കുക, 80, 100, 300, 950, 1000 ഒക്കെ വർഷം ജീവിച്ചാലും ഇത് ടെമ്പററിയാണ്. വി വിൽ ഡൈ എനിവേ. എങ്ങനെയായാലും മരിക്കും, അല്ലെ? ആരായാലും മരിക്കും, മരിച്ചു പോയിട്ടുണ്ട്. ഈ ലോകത്തിൽ കഴിഞ്ഞു പോയവരൊക്കെ മരിച്ചു പോയവരാണ്. പക്ഷെ ഇവിടെ ഒരു പക്ഷേ നമുക്ക് വിജയം ലഭിക്കും, തീർച്ചയായിട്ടും വിജയം ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒപ്രസ്ഡ് ആയിട്ടുള്ള, അടിച്ചമർത്തപ്പെട്ട എല്ലാവരും വിജയിച്ചിട്ടുണ്ട്. നോക്കൂ, കൊളോണിയൽ ശക്തികൾ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ആളുകൾ വന്ന് നമ്മളെ കീഴടക്കി. 200 വർഷം നമ്മളെ അടക്കി ഭരിച്ചിട്ടുണ്ട്. പക്ഷെ അവരിട്ടിട്ട് പോയില്ലേ? അവരിട്ടിട്ട് പോയി.
ലിബിയയിലെ ഒരൊറ്റ ഒരു വാചകം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണം. ലിബിയയിലെ ഉമർ മുഖ്താർ, ലയൺ ഓഫ് ദ ഡെസേർട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ഉമർ മുഖ്താറിന് 20 വർഷം അദ്ദേഹം പിന്നെ മരുഭൂമിയിൽ ഇവരുമായിട്ട് യുദ്ധം ചെയ്തു. ലിബിയനെ കീഴടക്കി ഇറ്റലിയുടെ സാമ്രാജ്യത്തെ അധിനിവേശകരോട് യുദ്ധം ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ അനുയായികളോട് അദ്ദേഹം ഇങ്ങനെ നിരന്തരം, ഒരു ഖുർആൻ ടീച്ചറായിരുന്നു അദ്ദേഹം, ഖുർആൻ ടീച്ചർ തന്നെ വലിയ സൈന്യത്തെ നയിച്ചു, യുദ്ധം, അധിനിവേശകർക്കെതിരെ യുദ്ധം നയിച്ചു. അദ്ദേഹം അനുയായികളെ തന്റെ ഖുർആൻ പഠിക്കുന്ന ശിഷ്യരെ ഇറ്റാലിയൻ കേണൽമാർക്കെതിരെ, പട്ടാളക്കാർക്കെതിരെ യുദ്ധത്തിന് വിട്ടിട്ട് പട്ടാളക്കാർ വന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അനുചരന്മാർ വന്നിട്ട് പറഞ്ഞു, ഷേഖ് നിങ്ങളിങ്ങനെ ഞങ്ങളെ യുദ്ധത്തിന് പറഞ്ഞേക്കുന്നു, നോക്കൂ അവരുടെ അടുത്ത് വിമാനങ്ങളുണ്ട്, നമ്മുടെ അടുത്ത് വിമാനമില്ല, നമ്മൾ തോറ്റുപോകൂലേ, നമ്മൾ മരിച്ചു പോകൂലേ. അദ്ദേഹം പറഞ്ഞു, അവരുടെ വിമാനം എങ്ങനെയാ പറക്കുന്നത്? ആകാശത്തു കൂടെ അല്ലേ? അവരുടെ വിമാനം അള്ളാഹുവിന്റെ അർഷിന്റെ മുകളിൽ കൂടെയാണോ പറക്കുന്നത്, അല്ല അതിന്റെ താഴെ കൂടെയാണോ? അവർ പറഞ്ഞു അള്ളാഹിന്റെ അർഷിന്റെ താഴെ കൂടെയാണ്. എന്നാ അവരോട് പറയേ, നിങ്ങൾക്ക് വിമാനങ്ങൾ ഉണ്ടെങ്കിൽ ആ വിമാനങ്ങൾക്ക് മീതെ അർഷുള്ള ഒരു റബ്ബ് നമുക്കുണ്ട് എന്ന് അവരോട് പറയൂ. അവസാനം ഉമർ മുഖ്താറിനെ പിടിച്ചു, ഇറ്റാലിയൻ പട്ടാളക്കാർ പിടിച്ചു. ഇറ്റാലിയൻ കേണൽ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്താ വിചാരിച്ചത്? നീ ഞങ്ങളെ തോപ്പിച്ചു കളയാന്ന് വിചാരിച്ചോ? ഉമർ മുഖ്താർ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങളുടെ ഭൂമിയാണ് ഇത്, ഇതിനു വേണ്ടി ഞങ്ങൾ മരണം വരെ ഞങ്ങൾ പൊരുതും. ഞങ്ങൾ വിജയിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത തലമുറ അവരും നിങ്ങളോട് ഫൈറ്റ് ചെയ്യും. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്തത്. ഞാൻ ഫൈറ്റ് ചെയ്തത് എനിക്ക് വിജയിക്കാനല്ല, മറിച്ച് എന്റെ മക്കൾ, അവരുടെ മക്കൾ ഫൈറ്റ് ചെയ്യും. അങ്ങനെ അദ്ദേഹത്തെ അവർ തൂക്കിക്കൊന്നു. പക്ഷെ 20 വർഷം കൊണ്ട്, അദ്ദേഹത്തെ തൂക്കിക്കൊന്ന് കേവലം 20 വർഷം കൊണ്ട് ഇറ്റലിയിൽ നിന്ന് സാമ്രാജ്യത്വ ശക്തികൾക്ക് കെട്ടുകെട്ടേണ്ടി വന്നു. ഇന്നിപ്പോ ഗസയിലെ പോരാളികൾ കെട്ടുകെട്ടിക്കും. നെതന്യാഹു ഒക്കെ ഇപ്പൊ ഭയങ്കര പേടിയിലാണ്. കാരണം അവർക്ക് കീഴടക്കാൻ പറ്റുന്നില്ല, ഗസനെ കീഴടക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ തന്നെ അത്തരം വിജയങ്ങൾ ഉണ്ട്. പക്ഷെ നമുക്ക് ധൃതിയാണ്. നമുക്കിപ്പോ 100 വർഷം, 1948 വന്ന ഇസ്രായേൽ ഇന്നലെ തന്നെ തകർന്നിട്ടില്ലാത്ത എന്താണെന്ന് നമ്മളിങ്ങനെ ധൃതി വിളിച്ച് ചോദിക്കണം. പക്ഷെ അള്ളാന്റെ കണക്ക് പുസ്തകത്തില് ഈ 100 വർഷം എന്നൊക്കെ പറഞ്ഞ ഒന്നുമല്ല. ഇതിനു മുമ്പ് കുരിശി യോദ്ധാക്കള് കീഴടക്കിയിട്ടുണ്ട് മുസ്ലിം സൈന്യം. ബാൾഡുവിൻ എന്ന് പറയുന്ന ആള് ഖുദ്സ് കീഴടക്കിയിട്ട് ഫ്രഞ്ചിൽ നിന്ന് വന്ന സാമ്രാജ്യത്വ അധിനിവേശകനായിട്ടുള്ള അയാള്, ഈ ബാൾഡുവിൻ സ്ഥാപിച്ചത്, ഞങ്ങൾ ഒരു ദൈവിക സാമ്രാജ്യം സ്ഥാപിക്കുന്നു ഖുദ്സിൽ, അബദിയ എന്നാ പറഞ്ഞത്, എന്നെന്നും നിലനിൽക്കുന്ന ഒരു രാജ്യം. പക്ഷെ കേവലം 90 വർഷം കൊണ്ട് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അത് പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ബൈസാന്റിയൻ സാമ്രാജ്യത്തെ ഉമറുൽ ഖത്താബിന്റെ അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ നേതൃത്വത്തിൽ സൈന്യം കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. മംഗോളിയര് നമ്മളെ കീഴ്പ്പെടുത്തി. പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ 70 കൊല്ലം ഇസ്ലാമിനെ അടിച്ചമർത്തി. കേവലം 60 പള്ളികളാണ് മൊത്തം സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ കസാഖിസ്ഥാനിൽ മാത്രം നമുക്ക് 3000 പള്ളികളെ കാണാൻ പറ്റും. ബോസ്നിയയില് 91 മുതൽ 95 വരെ മുഴുവൻ മുസ്ലിങ്ങളെ ഞങ്ങൾ കൊന്നൊടുക്കുമെന്ന് റാഡോവൻ കാരാജിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കരാജിച്ചിനോട് ഇസ്സത്ത് ബഗോവിച്ച് പറഞ്ഞു, ഇവിടെ മുസ്ലിങ്ങൾ നിലനിൽക്കാനുള്ളവരാണ്. ഇന്ന് നോക്കൂ, ബോസ്നിയയിൽ പോയിട്ട് നോക്കൂ, മുസ്ലിങ്ങൾ അവിടെ പള്ളികൾ ഉണ്ടാക്കി. അവരുടെ ഓഫ്കോഴ്സ് ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ജയിച്ചു പോന്നിട്ടുണ്ട്. അപ്പോ ഇഹലോകത്തുള്ള ജയം ഉണ്ട്. അതിന് നമുക്ക് ധൃതി വെക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ, നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്താ അതിൻ്റെ അകത്ത്, വായ കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ വായ കൊണ്ട് പറയാം, പേന കൊണ്ട് എഴുതാൻ പറ്റുമെങ്കിൽ പേന കൊണ്ട് എഴുതുക, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്താൽ മതി. നമുക്ക് എന്താണോ പറ്റുന്നത് അത് നമ്മൾ ചെയ്താൽ മതി. അവസാനം മുസ്ലിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ നമ്മളുടെ കർത്തവ്യം അതിനകത്ത് എന്തായിരുന്നു, നമ്മുടെ പങ്ക് എന്തായിരുന്നു, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളൂ. അപ്പൊ ഒരു ബഅസ് ഷദീദിനെ കുറിച്ച് അള്ളാഹു ഈ സൂറത്തിൽ നമ്മളോട് പറയുന്നു. ആ ബഅസ് ഷദീദിന്റെ സമയത്ത് യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത. ഈ ലോകത്തുള്ള പ്രതിഫലം വന്നേക്കും, അത് തുടർന്ന് വന്നേക്കും. പക്ഷെ പരലോകത്തുള്ള പ്രതിഫലം അത് നിങ്ങളെ കാത്തിരിക്കുന്നത് മഹത്തരമാണ്, ശാശ്വതമാണ്, എന്നെന്നും പുതുമയുള്ള പ്രതിഫലമാണ് എന്നത് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് മാക്കിസീന ഫീഹി അബദൻ എന്നതിന്റെ ചുരുക്കത്തിലുള്ള അർത്ഥം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച് ഈ ലോകത്ത് നല്ല കർമ്മങ്ങൾ അവശേഷിപ്പിച്ച് നല്ല
പ്രതിഫലത്തിന് അർഹമാകുന്ന കർമ്മങ്ങൾ അവശേഷിപ്പിച്ചു പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇജ്അൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വജ്അൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മഹ്റൂമ. അല്ലാഹുമ്മ ഇജ്അൽ ഖുർആനൽ അളീമ റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജിലാഅ ഹമ്മിനാ വദഹാബ അഹ്സാനിനാ വഹുമൂമിനാ. اللهم لا تجعل فينا شقيا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام.